ശാന്തം സ്നേഹദയാ പ്രവാഹം സൗമ്യം ലോകമഹാപ്രകാശം നിതാന്തം സുന്ദര പൂർണ്ണസ്വരൂപം സത്യം ജഗദ്ഗുരു നാരായണായ സത്യം ജഗദ്ഗുരു നാരായണായ. നമ്മുടെ എല്ലാം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവാർന്ന ഗുരുദേവ പദത്തിൽ ശ്രീനാരായണ ഗുരു എന്ന നാമം ഈ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു എളിയ ഗുരുഭക്തന്റെ വിനീത പ്രണാമം. വാക്കുകളുടെ അധിദേവതയായ ശുദ്ധവിദ്യാസ്വരൂപിണിയായ ശ്രീ ശാരദാദേവിക്ക് നമസ്കാരം. ശ്രീനാരായണ ഗുരുപാദപത്മത്തിൽ വിലസും ശ്രീ ശാരദാംബേ ആനന്ദമോടു വരിക വരികയൻ അന്തരംഗത്തിലിപ്പോൾ പ്രാണൻ പകർന്നു പരിമളം തൂകിയൻ വാക്കുകൾ നീ സാനന്ദമെന്നുടെ സഹജീവികൾക്ക് പാലമൃതായേകുകൻ വിശ്വമാതേ. ലോകം കിടന്നു വലയുന്നിതാ മോഹാന്ധകാരത്തിനാൽ ലാസ്യം കളഞ്ഞു തെളിച്ചിടുക ഗുരുമൊഴി ചിന്തിൻ വിളക്ക്. കാണട്ടെ ലോകം നിറഞ്ഞു വിലസിടും ഗുരുവിൻ മഹിമാവിതെല്ലാം. ആഴത്തിൽ മുങ്ങിയണയട്ടെ ഞങ്ങൾ ഗുരുവിൻ പാദാന്തികത്തിൽ. വേറല്ല ചിത്തം ദേഹമിതു കാണും പ്രപഞ്ചം. വേറിട്ടു നിൽക്കാതെ വരിക മക്കളെ എന്നോതിടുകൻ ശാരദാംബേ. വേറിട്ടു നിൽക്കാതെ വരിക മക്കളെ എന്നോതിടുകൻ ശാരദാംബേ. ശ്രീനാരായണ ഗുരുദേവനാമത്തിൽ ഭക്തജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന വിശിഷ്ടമായ ഈ സദസ്സിന് നമസ്കാരം. ഭഗവാന്റെ ദിവ്യനാമത്താൽ ധന്യമായിരിക്കുന്ന തെളിഞ്ഞ ഈ അന്തരീക്ഷത്തിന് നമസ്കാരം. ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നിടത്തെല്ലാം ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ കുതൂഹലതയോടുകൂടി വന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന അവിടുത്തെ പരിപാവനരായ ശിഷ്യഗണങ്ങൾക്ക് നമസ്കാരം. ഈ പുതുപ്പള്ളി ദേശത്തിന്റെ അധിപരായ സർവ ദേവതാഭാവങ്ങൾക്കും ഈ വിനീത ഗുരുഭക്തന്റെ പ്രണാമം.
പുതുപ്പള്ളിയിലെ ശ്രീനാരായണ ഗുരുക്ഷേത്രത്തിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രസിഡന്റ് KG ദിലീപ് കുമാർ, സെക്രട്ടറി MK പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് PS സുഗതൻ, യൂണിയൻ കമ്മിറ്റി മെമ്പർ PG അജിമോൻ, ഉത്സവ കമ്മിറ്റി കൺവീനർ KM ശശി, ഉത്സവ കമ്മിറ്റി ജോയിന്റ് കൺവീനർ VM രമേശ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പുതുപ്പള്ളിയിലെ എന്റെ അമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും വിനീത പ്രണാമം. തൃശൂർ പൂരത്തിന് ചെന്ന് പെട്ട ഒരു മട്ടുണ്ട്. അവിടെയാണ് താളത്തിന് അനുസരിച്ചിട്ട് ഇങ്ങനെ വിശറി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെയും ഇങ്ങനെ വിശറി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മുകളിലിട്ടിരിക്കുന്ന ഈ ഷീറ്റ് നമ്മൾ തന്നെ നമുക്ക് പണിത ഒരു പാരയാണ്. മഴവെള്ളം വീഴരുത് എന്ന് മാത്രമേ ഇതിടുമ്പോൾ നമ്മൾ വിചാരിക്കുകയുള്ളൂ. പക്ഷെ ഈ ചൂട് നമ്മൾ ആലോചിക്കില്ല. യഥാർത്ഥത്തിൽ ലോകത്ത് ഇന്നുണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുകൾക്കും കാരണം, നമ്മുടെ സ്വസ്ഥത കെടുന്നതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. ഇതൊക്കെ അതിന്റെ ചെറിയ ഉദാഹരണങ്ങളാണ്. എന്താണ് നമ്മുടെ ഉള്ളിലെ ശാന്തതയെ കെടുത്തുന്നത്? അത് നമ്മുടെ ബാഹ്യപ്രകൃതിയാണ്. നമ്മുടെ പുറം മോടികളും നമ്മുടെ പുറം ജീവിതവുമാണ് നമ്മുടെ ആന്തരിക ജീവിതത്തെ അശാന്തമാക്കുന്നത്. ഇപ്പോൾ ഇവിടെ അശാന്തമാണ്. ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് ലോകം മുഴുവനും കേൾക്കാൻ പോവുകയാണ്. അപ്പോ പുതുപ്പള്ളിക്കാര് ബഹളം ഉണ്ടാക്കുന്നതാണ് അതിനകത്ത് കേൾക്കുന്നതെങ്കിൽ എനിക്ക് നാണക്കേടില്ല. കാരണം ഞാൻ ആരാണെന്ന് ഈ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എന്താണ് ലോകത്ത് പ്രചരിപ്പിക്കുന്നതെന്ന് അറിയാം. ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നും അറിയാം. എത്രത്തോളം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തോട് അതൊക്കെ നീതി പുലർത്തുന്നു എന്നും അറിയാം. അവർക്ക് അറിയേണ്ടത് ജനം കേരളത്തിൽ ഇതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അതനുസരിച്ചിട്ട് വേണം ഈ നാടിന്റെ ഭാവി എന്താകും എന്ന് അവർക്ക് പ്രത്യാശിക്കാനും പ്രതീക്ഷിക്കാനും. അപ്പൊ അവരൊക്കെ പുറം ലോകത്ത് താമസിക്കുന്നവരാണ്. നമ്മുടെ നാടിന്റെയും വീടിന്റെയും പരിസരങ്ങളൊക്കെ വിട്ടിട്ട് പുറം ലോകത്ത് പോയി താമസിച്ചുകൊണ്ട് അവർ ഓരോ നിമിഷവും സ്വന്തം നാട്ടിലേക്കും സ്വന്തം ജനങ്ങളിലേക്കും ഉറ്റുനോക്കുകയാണ്. ഇവിടുത്തെ മാറ്റങ്ങൾ, എന്റെ നാട് രക്ഷപ്പെടുമോ, എന്റെ നാട് ഗുരുവിലേക്ക് അടുക്കുമോ, എന്റെ നാട് ഗുരുദർശനങ്ങൾക്ക് അനുസരിച്ച് മാറിയിട്ട് ഒരു നല്ല കാലം അവിടെ സംഭവിക്കുമോ എന്ന് അവരിങ്ങനെ ആശങ്കയോടെ ഉറ്റുനോക്കിക്കൊണ്ടാണ് എന്നെ പോലെയുള്ളവര് പ്രസംഗിക്കുന്നത് അവർ കേൾക്കാൻ തയ്യാറാവുന്നത്. പക്ഷെ നിങ്ങളുടെ ബഹളമാണ് അവർ കേൾക്കുന്നതെങ്കിൽ അവരുടെ പ്രത്യാശ നശിക്കുകയാണ്. കാരണം കേരളം എന്ന് പറയുന്ന ഈ ചെറിയ സംസ്ഥാനം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വളർന്നതിന്റെ ഒരു വലിയ അടിത്തറ എന്ന് പറയുന്നത് ഇവിടെ തൊഴിൽ കിട്ടാതെ വിദേശങ്ങളിൽ തൊഴിൽ തേടി പോയവര് കല്ലും മണ്ണും ചുമന്ന് വിയർപ്പിച്ച് കിടക്കാനൊരു ഇടമില്ലാതെ ഉണ്ടാക്കി കൊണ്ടുവന്ന സമ്പത്ത് കൊണ്ട് വളർന്നവരാണ് കേരളത്തിന്റെ ഒരു മധ്യവർഗം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ പോയി കിടക്കുന്നവർ അവരെ കുറിച്ചിട്ടല്ല ആശങ്കപ്പെടുന്നത്. ഇവിടെ അവരെ ആശ്രയിച്ച് കഴിയുന്ന അവരുടെ ഉറ്റവരെ കുറിച്ചിട്ടാണ് അവരുടെ ചിന്ത മുഴുവൻ. അപ്പൊ അവരെ കൊണ്ടൊന്നും അവരെ വിഷമിപ്പിക്കാതെ എങ്കിലും നിങ്ങൾ ശാന്തരായിരിക്കുക. എനിക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് മാത്രമല്ല ശാന്തത വേണ്ടത്. ഈ പരിസരത്തുണ്ടാകുന്ന ബഹളങ്ങളെയെങ്കിലും ഒന്ന് നിർത്തിത്തരണം. ഈ ആവേശത്തോടുകൂടിയും കാത്തിരുന്നുമൊക്കെ വിളിച്ചുകൊണ്ടുവരും. വന്നിട്ട് അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. ഇപ്പൊ 3-4 വർഷമായി പുതുപ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നു. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ അത് ഗുരുദേവ നിശ്ചയമാണ്. കൊടുക്കാറായിട്ടില്ല, അവിടെ കൊടുക്കാറായിട്ടില്ല. അപ്പൊ ഇത്തവണ ഒരു പരീക്ഷണത്തിന് ഭഗവാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്നറിഞ്ഞിട്ട് വേണം ഇനി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്.
നിങ്ങളുടെ നോട്ടീസാണ് ഞാൻ ആദ്യം കണ്ടത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് എനിക്ക് ഇതിലേക്ക് അങ്ങ് നോക്കിയപ്പോ ഒരു ഭദ്രകാളി വിഗ്രഹം പോലെയാണ് തോന്നിയത്. അത്രയ്ക്കൊരു രീതിയിലിരിക്കുന്ന ഒരു വിഗ്രഹം, എങ്കിലും കളർഫുൾ ആണ്. തുറന്നു നോക്കി, എന്റെ പ്രഭാഷണം വരുന്ന സ്ഥലം നോക്കി, അതിന് തൊട്ടു മുമ്പ് ഇവിടെ നടക്കുന്ന പരിപാടി ഇളനീർ തീർത്ഥാടനമാണ് എന്ന് കണ്ടു. അപ്പോ എന്താണ് ഇവിടെ വന്ന് സംസാരിക്കേണ്ടത്? പ്രത്യേക വിഷയമൊന്നുമില്ല. ശ്രീനാരായണ ധർമ്മ പ്രഭാഷണം എന്നാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഇളനീർ തീർത്ഥാടനം എന്നുള്ളത് അതിന്റെ തൊട്ടു മുകളിൽ കിടപ്പുണ്ട്. ഇളനീർ തീർത്ഥാടനത്തെക്കുറിച്ച് പറയണോ എന്നാലോചിച്ചു. ഞാനിവിടെ നടക്കി നേരെ വന്നപ്പോ ഭഗവാനൻ തീക്ഷ്ണമായിട്ടിരിക്കുകയാണ്. ഗുരുഭാവത്തിലല്ല, ഒരു അഘോരമൂർത്തിയായ ശിവന്റെ ഭാവമാണിപ്പോ ഇരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണത്. നിങ്ങൾ അങ്ങനെയുള്ള ഒരു പൂജയാണ് ഇപ്പോൾ കൊണ്ടുവന്ന് അർപ്പിച്ചത്. ഇപ്പോ ശിവഭാവത്തിന്റെ അഘോര രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാനോട് എന്ത് ചോദിക്കാനാണ്? ഞാൻ ധർമ്മപ്രചാരകനാണ്. ശിവഭക്തൻ എന്നുള്ള നിലയിൽ ശിവശതകം എഴുതുന്ന ശ്രീനാരായണ ഗുരുദേവൻ 64ാമത്തെ പദ്യത്തിൽ വരുമ്പോഴാണെന്ന് തോന്നുന്നു ശിവനോട് പറയുകയാണ്, ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനാണ്, നിന്റെ ഭക്തനാണ്, പക്ഷേ നിനക്കൊരു സ്വഭാവമുണ്ട്. എന്താണ്? മൃഗങ്ങളുടെ തോല് അവരെ കൊന്ന് ഉരിച്ചിട്ട് ആ തോലെടുത്ത് ഉടുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എന്നോടെങ്ങാനും നീ പറയുകയാണ് എന്നാ ഈ തോലുരിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞെന്നാൽ ഞാൻ അത് ചെയ്യാതെ വെറും ഒരു ചിരിയും ചിരിച്ചോണ്ട് ഇങ്ങ് പോന്നു കഴിഞ്ഞെന്നാൽ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നെന്നാൽ നീ അത് തമാശയായിട്ട് കണ്ടങ്ങ് ചിരിച്ചോളാൻ. അപ്പൊ എനിക്ക് സത്യമെന്ന് തോന്നുന്നത് മാത്രം ഞാൻ ചെയ്യും. എന്റെ ദൈവം സത്യമാണ്. എന്നെ ഈ രാജ്യത്ത് ഒരു ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള നിലയിൽ ഞാൻ ദൈവത്തെ പരിചയപ്പെട്ടത് ഹിന്ദു ബിംബങ്ങളിലൂടെയാണ്. ശരിയാണ്, അതിലൊന്നാണ് ശിവൻ. പക്ഷേ സത്യബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ആചാരപ്രകാരം ചെയ്യേണ്ടതൊക്കെ സത്യത്തിനെതിരാണെന്ന് വന്നെന്നാൽ ഞാൻ നിഷ്കരണം അത് തള്ളിക്കളയും. എന്റെ ദൈവമായ നീ അത് ചിരിച്ചോണ്ട് കണ്ടാ മതി. ഇത്രയും പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരു ഭക്തനെ വേറെ എങ്ങും കാണാൻ സാധിക്കില്ല. അതാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് നമ്മൾ വിശ്വസിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നിങ്ങളുടെ ആരാധനാമൂർത്തി. അപ്പോ ഗുരു ആരാണ്? ഗുരുവിന്റെ നിലപാട് എന്താണ്? ഗുരുവിനെ എങ്ങനെ ഭജിക്കണം? ഇത് നാം അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഈ വിഷയത്തിലേക്ക് എന്നെ ഇപ്പോ നയിച്ചത് ഭഗവാൻ ഈ കൂട്ടത്തിലുള്ള ഒരു അമ്മച്ചിയുടെ വാക്കിൽ നിന്നാണ്. ഞാൻ അവിടുന്ന് ചെരുപ്പിട്ടോണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഞാൻ അപ്പോഴും ആലോചിക്കുകയാണ്, ഭഗവാനെ ഇവിടെ എന്താ പറയേണ്ടത്? ഇവരോട് എന്താ പറയേണ്ടത്? അങ്ങയുടെ ജനങ്ങളാണ്, ഇവരോട് ഞാൻ എന്തു പറയണം? ഒരമ്മ പറയുകയാണ്, ഇത്രയും നേരം വെയിലും കൊണ്ട് താലവും എടുത്ത് ഈ ചെണ്ടയുടെ ബഹളവും കേട്ടിട്ട് എനിക്ക് തല പെരുത്തിട്ട് വയ്യ. ഈ ഒറ്റ വാക്കിൽ നിന്നാണ് ഞാൻ ഇന്ന് എന്റെ പ്രഭാഷണം നടത്തുന്നത്. നമ്മൾ എന്തിനാണ് ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷേത്രം ഉണ്ടായാൽ കുളിച്ച് ശുദ്ധിയായി ആൾക്കാർ വരും, പ്രാർത്ഥിച്ച് മനസ്സ് ശുദ്ധമാക്കും, സമാധാന ചിത്തരായി മനഃശുദ്ധിയോടുകൂടി അവരിയ്ക്കുമ്പോ അവർ നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. ആ നല്ല കാര്യങ്ങൾ സംഘടിതമായി കൂട്ടായി ചെയ്യുമ്പോ അത് അവർക്കും നാടിനും ഗുണപ്പെടും, അവർക്ക് മനഃശാന്തി ലഭിക്കും. അപ്പൊ മനഃശാന്തിയാണ് നമ്മൾ ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം. ആ മനഃശാന്തി തേടേണ്ട ഇടത്തേക്ക് വന്നിട്ട് രാവിലെ വെയിൽ കൊണ്ട് ശരീരത്തെ നശിപ്പിച്ചു, പീഡിപ്പിച്ചു. ആ വെയിൽ കൊണ്ടതിന്റെ ചൂടിലാണ് നിങ്ങൾ ഇപ്പൊ ഇരുന്ന് വീശുന്നത്, അല്ലാതെ ഈ ഷീറ്റിന്റെ ചൂടിലല്ല നിങ്ങൾ വീശുന്നത്. നിങ്ങൾ ആ വെയിൽ കൊണ്ടതിന്റെ, നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചതിന്റെ,
ആ അസ്വസ്ഥതയിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓംകാരം ചൊല്ലിയിട്ട് ഇവിടെ തണുക്കാത്തത്. എത്ര പ്രക്ഷുബ്ധമായ സദസ്സിനെയും 3 വട്ടം ഓംകാരം ചൊല്ലി തണുപ്പിക്കാൻ സാധിക്കാറുണ്ട് ഭഗവാന്റെ കൃപയാൽ. ഞാൻ ഓംകാരം ചൊല്ലിയിട്ട് ഇവിടെ ആരും അറിഞ്ഞുപോലുമില്ല. കാരണം എന്താ? നിങ്ങൾ തിളച്ചു നിൽക്കുകയാണ്. ആ തിളപ്പിലേക്ക് പെട്ടെന്നൊരു ശാന്തിയുടെ തെളിനീര് വന്ന് വീണെന്നാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ചൂടായി നിൽക്കുന്ന ദോശച്ചട്ടിയിലേക്ക് നിങ്ങൾ 2 തുള്ളി വെള്ളം ഇട്ടുകൊടുത്തെന്നാൽ എന്ത് സംഭവിക്കും? അത് ചീന്നും പറഞ്ഞതങ്ങ് ആവിയായി പോകും. ഇതുപോലെ തിളച്ചു നിൽക്കുന്ന മനസ്സിലേക്ക് ശാന്തിയുടെ വാക്കുകൾ ഇട്ട് കഴിഞ്ഞെന്നാൽ അതെന്ത് ചെയ്യും? അത് അപ്പോഴേ വറ്റിപ്പോകും. അപ്പൊ ശാന്തമായിരിക്കുന്ന ഒരു പ്രകൃതവും ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷവുമാണ് എനിക്ക് തരുന്നതെങ്കിൽ എനിക്ക് ഇത്രയും ശബ്ദമുയർത്തി സംസാരിക്കേണ്ടി വരില്ല. ഞാൻ ശബ്ദം താഴ്ത്തിയിട്ട് ഓംകാരത്തിന്റെ ധ്വനിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ വരുന്ന അറിവും ഇപ്പോൾ എന്നിൽ നിന്ന് വരുന്ന അറിവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ക്ഷോഭജനകമായ അന്തരീക്ഷത്തിൽ പറയുന്ന വാക്കും ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ടാവും. ഈ വ്യത്യാസം ലോകത്തോട് ആദ്യമായി പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്. കാരണം നമ്മുടെ ഭക്തി ക്ഷോഭത്തിലും ഭയത്തിലും അധിഷ്ഠിതമായിരുന്നു ഗുരു വരുന്നതുവരെ. അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ കഴുക്കോൽ കുത്തി നിർത്തിയ ആ ഭാഗം നിങ്ങൾ നോക്കിക്കോണം. എന്താണ്? ഇത്രയും രാവിലെ വ്രതമെടുത്ത് വന്ന് അനുഷ്ഠിച്ചിട്ട് മനസ്സിനൊരു സുഖമല്ല കിട്ടിയത്, തല പെരുക്കുന്നതാണ് എന്ന് പറഞ്ഞ ഒരു ഭക്ത. ആ ഭക്തയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭക്തരെയും കാണുകയാണ്. അപ്പൊ അത് വന്നതിന്റെ കാരണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അത് മാറ്റേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് രണ്ടാമത് പറയാൻ പോകുന്നത്. മാറ്റിയാൽ എന്തനുഷ്ഠിക്കണമെന്നാണ് മൂന്നാമത് പറയാൻ പോകുന്നത്. ക്ഷമയോടെ കേട്ടിരുന്നാൽ നമുക്കിത് ഭംഗിയായിട്ട് വിശദമാക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ആരാധകരാണ്, ഭക്തരാണ്. എവിടെ നിന്നാണ് മനുഷ്യരിൽ ഭക്തി തുടങ്ങിയത് എന്നൊന്ന് അന്വേഷിച്ചു നോക്കാം നമുക്ക്. നമ്മളിപ്പോ നല്ല വസ്ത്രവും ഉടുത്ത് നല്ല വേഷവിധാനത്തോടുകൂടി ഒരു ക്ഷേത്രമുറ്റത്ത് വന്നിരിക്കുകയാണ്. ഇതൊന്നുമില്ലാത്ത ഒരു പൂർവികരുണ്ടായിരുന്നു നമുക്ക്. കാട്ടിൽ കഴിഞ്ഞിരുന്നവരാണ് അവർ. മനുഷ്യനാണോ മൃഗമാണോ എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ആ അവസ്ഥയില് അവര് കിട്ടുന്ന കായ്കനികൾ പറിച്ചു തിന്നും, ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരുന്ന മൃഗത്തെ അങ്ങോട്ട് ഓടിച്ചിട്ട് കൊന്നിട്ട് അതിനെ ചുട്ടു തിന്നുമൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. മൃഗങ്ങളെ ഒറ്റയ്ക്ക് എതിർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവര് കൂട്ടായിട്ട് നിന്ന് അവരെ ഉപദ്രവിക്കാൻ വരുന്ന മൃഗങ്ങളെ കൊന്നൊടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് മനുഷ്യനിൽ സംഘടിത ഭാവമുണ്ടായത്. തങ്ങളെ എതിർക്കാൻ വരുന്ന കാട്ടുജന്തുക്കളെ ഒറ്റയ്ക്ക് എതിർത്ത് പരാജയപ്പെട്ടപ്പോ 1 or 2 മനുഷ്യരെ കൂട്ടിയിട്ട് അതിനെ എതിർത്തു കൊന്ന് വിജയിച്ചപ്പോഴാണ് സംഘടനാഭാവം വിജയിക്കുന്നതാണ്. ഒന്നിച്ചു നിന്നാൽ നമുക്ക് എന്തിനേയും തോൽപ്പിക്കാം എന്നുള്ള ബോധ്യം ആദിമ മനുഷ്യനിൽ ഉണ്ടായത്. അപ്പോൾ അവർക്ക് എന്തായി? കൂട്ടായിട്ട് താമസിക്കണമെന്നൊരാഗ്രഹം വന്നു. കാരണം എന്താ? ഞങ്ങളെ എതിർക്കുന്നവരെ ഒന്നിച്ചു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടായിട്ട് താമസിക്കണം. അങ്ങനെയാണ് ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ കൂട്ടായ ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുത്തതിന്റെ ആദ്യ പടിയാണിത്. പക്ഷെ അവര് നോക്കുമ്പോഴത്തേക്ക് അവരൊന്നിച്ചു നിന്നാലും എതിർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. പേമാരി പെയ്യുന്നു, എന്തു ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഇടയ്ക്ക് അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനം നടത്തിയിട്ട് ഈ ലാവ ഉരുകി വന്ന് ഇവരെ എല്ലാവരെയും കൊന്നൊടുക്കുന്നു. ഇങ്ങനെ പ്രകൃതി കോപിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് തിരിച്ച് പ്രകൃതിയോടൊന്നും ചെയ്യാൻ നടക്കില്ല. ഒരു മഴയത്തൊരു കൊട പിടിക്കാമെന്നതിനപ്പുറത്തേക്ക് നമുക്കിപ്പോഴും ഒന്നും നടക്കില്ല ഈ ആധുനിക കാലത്ത്. അപ്പൊ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? എങ്ങനെയെങ്കിലും ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് വൻ ആൾനാശം വരുന്നതും ജീവനാശം ഉണ്ടാകുന്നതും തടയാൻ എന്താ മാർഗം? അവരാലോചിച്ചിട്ട് ഒരു മാർഗവും കിട്ടിയില്ല. അവർ കൊണ്ടുവന്ന പരിഹാര മാർഗങ്ങളൊക്കെ ഈ പ്രകൃതി തന്നെ ഓരോ കാലത്തും തകർത്ത് കളയാൻ തുടങ്ങി. അപ്പൊ നമ്മളെ ഒരു ഗുണ്ട വന്നിട്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവനോടൊന്ന് പിടിച്ചു നിൽക്കും. തീരെ നിവൃത്തിയില്ല, ഇവൻ നമ്മളെ കൊല്ലുമെന്ന് തോന്നുമ്പോൾ നമ്മൾ അവനോട് എന്താ പറയുന്നേ? എന്നെ കൊല്ലരുത്, എന്നെ വെറുതെ വിടണം,
നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. ഇതല്ലേ പറയുന്നത്? ആണോ? നിങ്ങളുടെ സമ്മതം വേണം ഇത് പറഞ്ഞു മുന്നോട്ട് പോകാനാണോ? നമ്മളെ കൊല്ലരുത്, എന്തു വേണമെങ്കിലും തരാം. ഇതാണ് അവര് പ്രകൃതി ശക്തികളോട് പറഞ്ഞത്. ഞങ്ങളെ ഉപദ്രവിക്കരുത്, പകരം എന്തു വേണമെങ്കിലും തരാം. ആ പകരം എന്തു വേണമെങ്കിലും തരാം എന്നുള്ളതിൽ നിന്നാണ് നമ്മുടെ വഴിപാടുകൾ തുടങ്ങുന്നത്. ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതിൽ നിന്നാണ് മനുഷ്യന്റെ പ്രാർത്ഥന തുടങ്ങുന്നതും. അപ്പൊ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വഴിപാട് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന് പ്രത്യുപകാരം എന്നുള്ള രീതിയിലാണ്. ഇതിൽ നിന്നാണ് മനുഷ്യന്റെ ഭക്തി തുടങ്ങിയത്. അവൻ വെള്ളത്തിനെ ആരാധിച്ചു. എന്തിനാ? പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടായി അവന്റെ ജീവൻ എടുക്കാതിരിക്കാൻ ജലത്തിനെ ആരാധിച്ചു. കാട്ടുതീ പരന്നിട്ട് അവന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അവൻ അഗ്നിയെ ആരാധിച്ചു. അവനേക്കാൾ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന പർവ്വതം, ഈ പർവ്വതത്തിൽ നിന്ന് ഇടയ്ക്കിടെ ചില പാറക്കെട്ടുകൾ ഉരുണ്ടു വീണിട്ട് അപകടം സംഭവിക്കുന്നു. അവൻ പർവ്വതത്തോട് പറഞ്ഞു, ദയവായി എന്നെ ഉപദ്രവിക്കരുത്, നീ വൻകാറ്റുകളെ തടഞ്ഞ് എന്നെ സംരക്ഷിക്കണം, അതിനായിട്ട് നിനക്ക് എന്തു വേണമെങ്കിലും തിരികെ തരാം. ഇങ്ങനെ ഓരോ പ്രകൃതി ശക്തിയെയും ആരാധിക്കാൻ തുടങ്ങി. പ്രകൃതി ശക്തിയെ ആരാധിക്കാൻ തുടങ്ങിയ മനുഷ്യൻ അത് കുറച്ചുകൂടി സംസ്കൃതപരമായ രൂപത്തിലേക്ക് മാറ്റിയത് വൈദിക കാലത്താണ്. വൈദികരെന്ത് ചെയ്തു? ഈ അഗ്നിയെ എന്തായി? പ്രാചീദിക്കിന്റെ അധിപതിയായി കണ്ടു. ആ അഗ്നിയെ അറിവിന്റെ മൂർത്തിഭാവമായിട്ട് കണ്ടു. ജലത്തെ വരുണനായിട്ട് കണ്ടു. ദക്ഷിണ ദിക്കിൽ ഇന്ദ്രനെ പ്രതിഷ്ഠിച്ചു. ധ്രുവ ദിക്കിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചു. മുകളിൽ ബൃഹസ്പതിയെ കണ്ടു. മഴയ്ക്കും മഞ്ഞിനും ആധാരമായിരിക്കുന്നത് ബൃഹസ്പതിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതിനെല്ലാത്തിനും കൂടി ഒരു ചട്ടക്കൂടുണ്ടാക്കി കൊണ്ടുവന്നിട്ട് വൈദിക വൃത്തിയില് പ്രകൃതി ശക്തികളെ ആരാധിച്ച് തൃപ്തിപ്പെടുത്തി മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടുത്തുക, അവന്റെ ജീവിതം സമാധാനപൂർണമാക്കുക, അവന് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരമുണ്ടാക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് അവര് പിൽക്കാലത്ത് കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ ഭാരതത്തിലെ ഭക്തിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഇതാണ് നമ്പൂതിരി ആധിപത്യമുള്ള ഹൈന്ദവ ആചാരത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് പേടിയാണ്. എന്താണ്? ഭദ്രകാളിക്ക് കുരുതി കൊടുത്തില്ലെങ്കിൽ നാട്ടിൽ എന്തു വരും? വസൂരി വരും. പേടിപ്പിക്കുന്നു. ഇനി ഭദ്രകാളിയെ നന്നായിട്ടൊന്ന് ചമച്ചിരുത്തോ? ഇല്ല. 2 ദംഷ്ട്രകൾ കൊടുക്കുന്നു, ചോര കണ്ണുകൾ കൊടുക്കുന്നു, വളഞ്ഞ പുരികം കൊടുക്കുന്നു, കുറെ അലഞ്ഞുടഞ്ഞ മുടി കൊടുക്കുന്നു, 64 കൈകൾ കൊടുക്കുന്നു. ആ കൈയിൽ മുഴുവനും ആയുധം കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ. എന്തിനാ അങ്ങനെ പേടിപ്പിക്കുന്നേ? സാധാരണ രൂപത്തിൽ ദൈവത്തെ കണ്ടാൽ നമുക്ക് പേടിയും വരില്ല, അതിൽ നിന്ന് ബഹുമാനവും വരില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഒരു തോർത്തും പുതച്ച് ഒരു വെള്ളമുണ്ട് ഉടുത്ത് ഒരു വടിയും കുത്തിപ്പിടിച്ചു വന്നപ്പോ നമുക്ക് ഗുരു ദൈവമാണെന്ന് തോന്നിയില്ല. എന്താ കാരണം? നമ്മൾ കണ്ട ദൈവമൊക്കെ ഇങ്ങനെയുള്ളതാ, 4 കൈയുള്ളത്, അതിൽ മുഴുവനും ആയുധമുള്ളത്, കണ്ടാൽ ബീഭത്സ രൂപമുള്ളത്. ഇതൊക്കെ കണ്ടാലേ നമുക്ക് ആദ്യം പേടി വരൂ, പേടിയോടൊപ്പം ഭക്തി വരൂ. എന്താ? ഉപദ്രവിക്കരുതേ, എന്തു വേണമെങ്കിലും തരാം. ഇപ്പൊ കുരുതി കൊടുക്കുന്നതും അറുനാഴി കഴിക്കുന്നതും ഒക്കെ എന്താണ്? ഈ ദേവിയുടെ ഭയങ്കരമായ രൂപം കണ്ട് പേടിച്ചിട്ടാ കൊടുക്കുന്നേ. ചാത്തന് പൂജ കൊടുത്തില്ലെങ്കിൽ ചാത്തൻ എന്ത് ചെയ്യും? കല്ലെറിയും. അപ്പൊ പേടിച്ചിട്ട് ചാത്തന്റെ ഊട്ട് മുടക്കത്തില്ല. അറുകൊലയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അറുകൊല കൂവും. രാത്രി കൂവി പേടിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? അറുകൊലയ്ക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക. സർപ്പദൈവങ്ങൾക്ക് 100 പാലും വർഷത്തിൽ 1 തവണയെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർ വീട്ടിലേക്ക് കയറി വരും. വിഷഭയത്തിൽ നിന്നാണ് സർപ്പ ആരാധന വന്നത്. അപ്പൊ ഞാൻ ഓരോന്നും അക്കമിട്ട് കാണിക്കുന്നത് പേടിയിൽ നിന്നാണ് നമ്മുടെ ഭക്തി ഉദയം ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഭക്തി മാർഗത്തെ 1888 ശുദ്ധമായ അവസ്ഥയിൽ ഒരു ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ തച്ചുടച്ച് ദൂരെ എറിഞ്ഞോളഞ്ഞു.
എന്നിട്ട് പറഞ്ഞു, നീ ഭയപ്പെടുന്ന ആളല്ല നിന്റെ ദൈവം, നിന്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യത്വമാണ്, നീ സഹജീവികളോട് കാണിക്കുന്ന അനുകമ്പയാണ് നിന്നിലെ ദൈവ സാന്നിധ്യം, നിന്നിലെ ദൈവം നിന്നിലെ മനുഷ്യത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതോടുകൂടി നൂറ്റാണ്ടുകൾ ആചരിച്ചു വന്ന, സഹസ്രാബ്ദങ്ങൾ ആചരിച്ചു വന്ന ഹൈന്ദവ ധർമ്മത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അവിടെ ശ്രീനാരായണ ധർമ്മം അവിടെ തുടങ്ങുകയാണ്. അപ്പൊ ഹൈന്ദവ ധർമ്മമാണോ ശ്രീനാരായണ ധർമ്മം എന്ന് ചോദിച്ചാൽ അല്ല. ശ്രീനാരായണ ധർമ്മം പോസ്റ്റ് ഹൈന്ദവ ധർമ്മമാണ്. ബുദ്ധധർമ്മത്തിനും ജൈനധർമ്മത്തിനും ശേഷം വന്ന, സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന, സർവ്വലോകർക്കും ഹിതപ്രദമായ, ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള, ലോകത്തിൽ ആത്മശാന്തി വരുത്തുന്ന പുതിയ ധർമ്മമാർഗമാണ് ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുവന്നത്. അപ്പൊ ഭക്തി പേടിയിൽ അധിഷ്ഠിതമായപ്പോൾ പേടിച്ചുകൊണ്ട് ഭജിക്കരുത്, വിശ്വസിച്ചുകൊണ്ട്, സ്വയം സമർപ്പിച്ചുകൊണ്ട്, നിന്റെ ഉള്ളിൽ തന്നെ ഈശ്വരനെ കണ്ടെത്തി അതിനെ സാക്ഷാത്കരിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ധർമ്മമാർഗം ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ എന്തു ചെയ്തു? നമുക്കതിനോട് ഇപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. അതിനുള്ള വിദ്യാഭ്യാസം മാത്രം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പൊ എന്നെപ്പോലുള്ള ധർമ്മപ്രചാരകന്മാർക്ക് ഇപ്പോ 2 വാളും കൊണ്ട് നടക്കേണ്ടി വരികയാണ്. എന്താ കാരണമെന്നറിയാവോ? ഒരു വശത്ത് ശ്രീനാരായണ ഗുരുധർമ്മത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ നേരിട്ടും അല്ലാതെയും കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ലക്ഷ്യസാഫല്യം വരാത്ത അപൂർണമായ ദർശനമാണ് ലോകത്തെ രക്ഷിക്കുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മതങ്ങൾ, ഗോത്രങ്ങൾ, ജാതിവർണ്ണ വിഭാഗങ്ങളൊക്കെ ഒരു വശത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു ലൂപ്പ് ഹോൾ നോക്കുകയാണ് ഇതിനെ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട്. അതിനെ എതിർക്കണം. എന്നിട്ട് ഗുരുവിന്റെ ദൈവികത ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തെ വാള് എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ, ഗുരു ദൈവമാണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഴയ പോലത്തെ മറ്റേ ദൈവങ്ങൾക്ക് പേടിയോടുകൂടി എന്തൊക്കെയാണോ കൊടുത്തിരുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ പൂജിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾക്ക് വേറൊരു മാർഗം അറിഞ്ഞൂടാ. നിങ്ങൾ അത് വെച്ച് പൂജിക്കുമ്പോഴത്തേക്ക് പറ്റുന്നത് ഇതൊരു സങ്കല്പ ദേവതയായി പോകും ഗുരുദേവൻ. ഗുരു സങ്കല്പ ദേവതയായാൽ പിന്നെ ഈ ലോകത്ത് ദൈവത്തിന് പോലും മനുഷ്യനെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ദൈവം അവസാനത്തെ ആയുധം എന്നുള്ള നിലയിൽ പറഞ്ഞു വിട്ടയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ലോകത്തെ നേർവഴിക്ക് നടത്താൻ വിശ്വാസങ്ങളുടെ പേരിൽ അന്ധതയിലേക്ക് പോകുന്ന വിവിധ മതങ്ങളിൽപ്പെട്ട, ഒരു മതമെന്ന് ഞാൻ പറയില്ല, എല്ലാ മതങ്ങളിലും, ക്രിസ്തു മതത്തിലും, ഇസ്ലാം മതത്തിലും, ബുദ്ധമതത്തിലും, ജൈനമതത്തിലും, പാഴ്സി മതത്തിലും, സിഖ് മതത്തിലുമൊക്കെ അനാചാരങ്ങളുടെ കൂമ്പാരം വന്നു കൂടിയിട്ട് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തിട്ട് ഇതിനൊരു ബദൽ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഗുരുസ്വരൂപമായി വന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ 30 കോടി ദൈവങ്ങളിൽ ഒന്നല്ല ഈ ഇരിക്കുന്നത്. ആ സങ്കല്പത്തിൽ ആര് പ്രതിഷ്ഠിച്ചാലും അത് ഗുരുനിന്ദയാണ്. ഇത് സർവലോകത്തിനും നാഥനായിരിക്കുന്ന ബോധസത്യമായ പരമ്പൊരുൾ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ പരമ്പരാഗത പൂജാരീതികളും പരമ്പരാഗത ക്ഷേത്രപ്രതിഷ്ഠാ രീതികളും പരമ്പരാഗത താന്ത്രിക വിധികളും ഗുരുവിന് ബാധകമല്ല. ഗുരുവിനെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞെന്നാൽ നിങ്ങൾ വൻമലയെ എടുത്തൊരു കുട്ടിച്ചാക്കിനാക്കാൻ ശ്രമിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ അതിനകത്ത്. ഗുരു വിളിക്കുന്നിടത്തേക്ക് നമ്മൾ ചെല്ലണം. നമ്മൾ വിളിക്കുന്നിടത്തേക്ക് ഗുരുവിനെ കൊണ്ടുവരരുത്. സാറ് വിളിക്കുന്നിടത്തേക്ക് കുട്ടി പോണം. മറ്റു ദേവതകളെ നിങ്ങൾ ഗുരു എന്ന് വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് സാറേന്ന് വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എന്താ?
അവര് പ്രകൃതി ശക്തികളാണ്. നിങ്ങളുടെ ഇഷ്ടകാര്യത്തിന് സാധിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലിയും വാങ്ങിച്ചുകൊണ്ട് നിങ്ങളെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. അതിനെ നമ്മൾ അങ്ങ് വിട്ടു. കാരണം എന്താ? അവരിവിടെ ഒരു വലിയ ദുരാചാരം നടന്നിട്ട് ഒന്നും ചെയ്തില്ല. എന്താണ്? മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കി കണ്ടിട്ട് ശ്രീകോവിലിനകത്ത് അടച്ച് പണപ്പായസവും കുരുതിയും ഒക്കെ കഴിച്ച് ഇവരിരുന്ന സമയത്താണ് മതിൽക്കെട്ടിന് വെളിയിൽ അടിസ്ഥാന മനുഷ്യനല്ലാതെ ചവിട്ടി താഴ്ത്തപ്പെട്ടത്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ദൈവം നോക്കുകയാണ്, പ്രകൃതി ശക്തികളായ സങ്കല്പ ദേവതകൾ ഭൂമിയിൽ ആരാധിക്കപ്പെടുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാകുന്നു? കലഹം ഉണ്ടാകുന്നു. ഇനി പൂർണ്ണമായ ദൈവാവസ്ഥ ജനത്തിനെ ബോധിപ്പിച്ച് അവരെ ബോധസത്യത്തിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ വിവിധ വിശ്വാസക്കാർ തമ്മിൽ കലഹിച്ച് ഈ ഭൂമി ഇല്ലാതാകും. നമ്മളൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വീട്ടമ്മമാരാണ് ഭൂരിഭാഗം എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇത്രയും വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തുമില്ല. പക്ഷെ എനിക്ക് പറയാതെ പോവാനും പറ്റില്ല. നിങ്ങൾ ഭക്ഷണം വേവിച്ചും കുഞ്ഞുങ്ങളെ വളർത്തിയും ഭർത്താവിന്റെ കാര്യം നോക്കിയും ജീവിക്കുക എന്നതിനപ്പുറത്തേക്ക് ജീവിതം അതിന്റെ സ്നിഗ്ധാവസ്ഥയിൽ എന്താണെന്ന് അനുഭവിക്കാൻ പറ്റാതെ പോയവരാണ്. നിങ്ങളോട് ഞാനിത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചെന്നാൽ, ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ പുറംബോധത്തിൽ കയറിയില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന വാക്ക് സത്യമായതുകൊണ്ട് നിങ്ങളുടെ ഉൾബോധത്തിൽ അത് പോയി വീണ് കിടക്കും. അത് നിങ്ങളിൽ മാറ്റമുണ്ടാക്കും. നിങ്ങൾ പോലും അറിയാതെ മാറ്റം ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ ഒന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഗുരുവിന്റെ 2 അത്ഭുത കഥയും പറഞ്ഞ് നിങ്ങളെ രസിപ്പിച്ചിട്ടങ്ങ് പോവാം. പക്ഷെ പോവാത്തതിന്റെ കാരണം, സത്യം ബോധിപ്പിക്കാതെ ഒരു ധർമ്മപ്രചാരകന് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. അയാൾ ഗുരുവിൽ നിന്ന് അകന്നു പോകും. ഞാൻ അതുകൊണ്ട് ഒരിടത്ത് പോയാലും ഒരു കമ്മിറ്റിക്കാരെയും ഒരു സംഘടനാ നേതാവിനെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല. എനിക്ക് ബോധ്യപ്പെട്ട എന്റെ ഭഗവാനെ അവതരിപ്പിച്ചിട്ട് ഞാൻ പോകും. അത് ചിലർക്ക് ഗുണപ്പെടും, ചിലർക്ക് അതിന്റെ അകത്ത് ബുദ്ധിമുട്ട് തോന്നും. അത് സ്വാഭാവികമാണ്. പക്ഷേ സത്യം അറിഞ്ഞവന് സത്യം മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഈ ലോകം പൂട്ടിക്കെട്ടാറായി. അതാദ്യം മനസ്സിലാക്കുക. കലഹം മൂത്ത് ദുരമൂത്ത് ഈ ലോകം ഒന്നാകെ നശിപ്പിക്കാറായി. മഹാഭാഗവതത്തിലൊക്കെ പറയുന്നത് പോലെ സർവനാശത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞു. ഇതിപ്പോ അടുത്തതല്ല, 2 നൂറ്റാണ്ടായി. അപ്പൊ സർവനാശം അടുത്ത സമയത്ത് അതിനു മുമ്പ് പലപ്പോഴും ദൈവ ഇച്ഛയാൽ പലരും പ്രവാചകന്മാരായും അവതാരങ്ങളായും ജനങ്ങൾക്കിടയിൽ വന്ന് അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരോട് ഓരോന്ന് പറഞ്ഞുകൊടുത്ത് അവരെ നന്നാക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല എന്ന് മാത്രമല്ല, ഈ വന്ന പ്രവാചകന്മാരുടെ പേരിൽ കൂടി തമ്മിൽ തല്ലാൻ തുടങ്ങിയപ്പോ എല്ലാത്തിനെയും അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ്, മഹാഭാരത യുദ്ധത്തിന് മുമ്പ് കൃഷ്ണൻ കൗരവ സദസ്സിൽ വന്നതുപോലെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഭൂമിയിൽ വന്നത്. എന്താ? ഒരു സന്ധി സംഭാഷണത്തിന് വന്നതാണ്. ഞാൻ പറയുന്ന മാർഗത്തിൽ ലോകമേ നിങ്ങൾ ചരിച്ചാൽ, എന്റെ ധർമ്മം അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് മറ്റൊന്നിനെയും ഭയപ്പെടാനില്ല. അപ്പൊ നിങ്ങൾ ലോക അവസാനത്തെ പോലും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ധർമ്മം അനുഷ്ഠിച്ചാൽ ലോകം മുഴുവൻ ശ്രീനാരായണ ധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറായി കഴിഞ്ഞെന്നാൽ ലോകാവസാനം എന്ന് പറയുന്ന സാധനം ഷെഡ്യൂളിൽ നിന്ന് മാറും. പകരം ഈ ലോകത്തെ ദൈവം കൂടുതൽ പരിപോഷിപ്പിക്കും. ഗുരുവിന്റെ ദൗത്യം പരാജയപ്പെട്ടാൽ, ശ്രീനാരായണ ഗുരുദേവന്റെ ദൗത്യം പരാജയപ്പെട്ടാൽ അടുത്ത സ്റ്റെപ്പില്ല, ചാൻസ് ഇല്ല. നമ്മളിൽ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും ലോകം നശിപ്പിച്ചവരും ലോകത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചവരും ഒക്കെ അടക്കം ഒരു വള്ളം പോകുമ്പോ 16 പേര് അതിൽ അച്ചടക്കത്തോടുകൂടി നിൽക്കുകയാണ്. 17ാമൻ വന്നതിൽ ചാടിക്കേറിയാൽ വള്ളം മുങ്ങുമ്പോൾ മരിക്കുന്നത് അച്ചടക്കത്തോടുകൂടി നിന്ന 16 പേരും കൂടിയാണ്. അപ്പൊ നമ്മുടെ എല്ലാത്തിന്റെയും ജീവിതത്തിന്റെ അച്ചടക്കമില്ലായ്മ, വിശ്വാസങ്ങളിലെ അച്ചടക്കമില്ലായ്മ, ബോധത്തെ അറിയാൻ ശ്രമിക്കാതെ അബോധത്തിൽ കിടന്ന് ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണം എന്നിവണ്ണം ജീവിച്ചെന്നാൽ മൊത്തം നശിക്കും. സംശയമില്ല കാര്യത്തിൽ. അപ്പൊ ഭഗവാന്റെ ധർമ്മം, ഭഗവാൻ ശരീരം മറഞ്ഞിട്ടും
ഭക്തരിലൂടെ, പഠിതാക്കളിലൂടെ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ വെളുപ്പിനെ ഇങ്ങ് പോരുന്നത്. ഇന്ന് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് കിട്ടുന്ന ദിവസമാണ്. ഒന്ന് വിശ്രമിക്കാനോ എന്റെ ഡ്രസ്സ് കഴുകിയിടാനോ കിട്ടുന്ന ദിവസമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ദീർഘദൂരം സഞ്ചരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു. എന്താണ്? 10 പേരെ മുന്നിൽ കിട്ടുന്നു. ഈ കാര്യം ഒന്ന് പറഞ്ഞ് അവരെ ബോധിപ്പിച്ചിട്ട് പോവാം. നിങ്ങൾ ബോധിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ മൊത്തം വിധി പോലെ ഇരിക്കും. ചിലത് സമയത്ത് പറഞ്ഞിട്ട് ബോധിക്കാത്ത കാരണവന്മാര് പറയത്തില്ലേ, പറയേണ്ട സമയത്ത് പറഞ്ഞിട്ട് ബോധിക്കാത്തവരെന്ത് ചെയ്യുന്നു? അറിഞ്ഞനുഭവിക്കും. പക്ഷെ സങ്കടം അതല്ല. അറിഞ്ഞനുഭവിക്കുമ്പോൾ എല്ലാവരും അതിൽ പെട്ടുപോകുമല്ലോ എന്നുള്ളതാണ് നമ്മുടെ വിഷമം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെ ഭജിക്കണമെന്ന് നാം അത്യാവശ്യം പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 തരത്തിലുള്ള വാളാണ്. ഇപ്പോ ഈ വശത്തുള്ള വാളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്, മറ്റത് ആ വശത്തുള്ള വാളാണ്. അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തിൽ. ശ്രീനാരായണ ദർശന പ്രചരണാർത്ഥം, ധർമ്മ പ്രചരണാർത്ഥം ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവികതയെ തുറന്നു കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പുറത്ത് പരിപാലിച്ചില്ലെങ്കിൽ ശ്രീകൃഷ്ണൻ തന്റെ ജനത, വശം കെട്ട് കിടന്ന ജനതയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് ഒരു മഹാചക്രവർത്തിയുടെ ജനമാക്കി മാറ്റിയിട്ട് മഹാഭാരത യുദ്ധവും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? യുവമാരൊക്കെ കുടിയന്മാരും പെണ്ണുപിടിയന്മാരുമായി മാറി. അതിന്റെ പേരിൽ തമ്മിത്തല്ലി. ഈ പാവപ്പെട്ട മനുഷ്യൻ എഴഞ്ഞു നടന്നപ്പോ തൊട്ടുണ്ടായിരുന്ന നിശ്ചയദാർഢ്യം കൊണ്ട് ഉണ്ടാക്കിയ സാമ്രാജ്യം മുഴുവനും അതിന്റെ ഗുണഭോക്താക്കളായി വന്ന യാദവന്മാര് കുടിച്ചും പെണ്ണുപിടിച്ചും നശിപ്പിച്ച് നാശക്കല്ലാക്കി മാറ്റി. കൃഷ്ണൻ വന്നിട്ട് സങ്കടപ്പെട്ടു നിന്നു. ദൈവം, നിങ്ങളെല്ലാം ദൈവം എന്ന് പറഞ്ഞു നടക്കുന്ന കൃഷ്ണൻ വന്നിട്ട് യാദവരുടെ മുന്നിൽ സങ്കടപ്പെട്ടു നിന്നു. എന്താ? ഇങ്ങനെയായി പോയല്ലോ നമ്മുടെ പ്രയത്നം. ഇലവും കായ എന്താണ്, ഇലവുമരത്തിന്റെ കായ പഴുത്തതുപോലെ ആയിപ്പോയല്ലോ നമ്മുടെ ജീവിതം എന്ന് ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞു. കാരണം എന്താ? ഇത് മുട്ടിട്ടു, പൂവിട്ടു, കായായി, വിരിഞ്ഞു വരുമ്പോ ഇപ്പൊ കഴിക്കാന്നും പറഞ്ഞൊരു കിളി നോക്കിയിരിക്കുകയാണ് വൃക്ഷത്തിൽ. എന്താ? പഞ്ഞിമരത്തിന്റെ കായ. പഞ്ഞിമരത്തിന്റെ കായ വളർന്നു, പാകമായി, ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ് കിളി ഇരിക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടിയിട്ട് ഇതിൽ നിന്ന് പഞ്ഞി തെറിച്ച് മുഴുവനും പ്രദേശത്തേക്ക് പോയി. കഴിക്കാനൊന്നുമില്ലായിരുന്നു അതിൽ. ശ്രീനാരായണ ഗുരുദേവൻ ആയുസ്സും വപുസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച് നാം എന്ന് പറയുന്ന ജനതയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും വഴി നടക്കാൻ സാധിക്കും, ജോലി മേടിക്കാൻ സാധിക്കും, ഭക്ഷണം കഴിക്കാൻ സാധിക്കും, വസ്ത്രം ഉടുക്കാനും ആഭരണം ധരിക്കാനും സാധിക്കും. എല്ലാത്തിനും തുല്യ അവകാശമാക്കി വെച്ചു. ആദ്യം പ്രാഥമികമായി കൊടുക്കേണ്ടത് കൊടുത്തു. രണ്ടാമത്തെ എന്താണ്? മനഃശുദ്ധീകരണം, ആത്മശുദ്ധീകരണം, മോക്ഷപ്രാപ്തി. ഇതാണ് ലക്ഷ്യം. നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും കിട്ടിയപ്പോഴത്തേക്ക് ഗുരുവിനെ എടുത്ത് പള്ളക്ക് കളഞ്ഞു. എന്നിട്ട് പഴയ നമ്മെ ഈ വിധത്തിലേക്കാക്കിയ ആചാര രീതികളും എടുത്തുകൊണ്ട് നമ്മെ കേറ്റാതിരുന്ന ക്ഷേത്രങ്ങളിലേക്ക് പ്രവാഹം തുടങ്ങി. അവിടെ കൊണ്ടുപോയി ഉള്ള സ്വത്ത് മുഴുവനും അവിടെ കൊടുത്തു. അവൻ അതിനനുസരിച്ച് അഹങ്കാരം കൂടി വന്നു. നോക്കുക, വൈദിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സവർണ ജാതിക്കാർക്ക് പഴയതുപോലെ അഹങ്കാരം വന്നു തുടങ്ങിയിരിക്കുന്നു. അവർ ലക്ഷങ്ങൾ ക്ലെയിം ചെയ്യുകയാണിപ്പോ. എന്തിനാ? ഒരു പ്രതിഷ്ഠ നടത്താൻ, ഒരു ഗണപതി പൂജയ്ക്ക് 25,000 രൂപ ചോദിച്ച ഒരു വൈദികനെ എനിക്കറിയാം, ഒരു ബ്രാഹ്മണ വൈദികനെ എനിക്കറിയാം. അതുണ്ടേലേ വരൂ. നിങ്ങൾ കൊടുക്കും. കാരണം ദൈവത്തെ പൂർണ്ണമായും മുന്നിൽ കിട്ടിയിട്ട് ദൈവമാണോ തേങ്ങാക്കൊല്ലയാണോ എന്നറിയാൻ വയ്യാതെ ജീവിക്കുന്ന വിഭാഗമാണ്. നിങ്ങൾ കൊടുക്കും, അവർ വീണ്ടും വളരും. ക്ഷേത്രം പ്രതിഷ്ഠിച്ച് വന്നപ്പോഴത്തേക്ക് സവർണ ക്ഷേത്രത്തിൽ പോകാൻ ആളില്ല. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രത്തിലേക്ക് ആളൊഴുക്ക് തുടങ്ങിയപ്പോഴത്തേക്കാണ് അപ്പുറത്ത് കോംപ്രമൈസ് വന്നത്. ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്നത് ആരും താലത്തിലെടുത്തിങ്ങ് തന്നതല്ല. അങ്ങോട്ടേക്ക് ആള് ചെല്ലാണ്ടായി. 10-40 ക്ഷേത്രങ്ങൾ കേരളത്തിൽ വന്നു. അവർണരെന്നും പറഞ്ഞ് തള്ളിയിട്ടിരുന്ന ജനവിഭാഗം പോയി അവിടെ പോയി ആരാധന പഠിച്ചു, ജീവിതം മെച്ചപ്പെട്ടു. അതിന്റെ പരിസരത്തുണ്ടാക്കിയ വിദ്യാലയങ്ങളിൽ അവർ പഠിച്ചു, അവർ ജോലി വാങ്ങി, കൊടുക്കാത്ത ജോലി പിടിച്ചു വാങ്ങി. അവകാശം പറയാൻ മടിയില്ലാത്ത നട്ടലുള്ള ജനതയുണ്ടായപ്പോഴത്തേക്ക്
പെട്ടിക്കടക്കാരൻ അവിടെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ചെല്ലുന്നില്ല. അപ്പൊ എന്ത് പറഞ്ഞു? നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, ഇവരും കൂടി വന്നോട്ടെ, ബിസിനസ് നടക്കില്ല ഇല്ലെങ്കിൽ. അങ്ങനെ തുറന്നു വെച്ച ക്ഷേത്രങ്ങളിലേക്കാണ് നിങ്ങൾ ഗുരുവിനെ ഉപേക്ഷിച്ചിട്ട് ഓടിച്ചെന്ന് വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും ഒക്കെ ക്യൂ നിൽക്കുന്നത്. അവന് പൈസ ഉണ്ടാക്കി കൊടുത്തു കൊടുക്കുക. അപ്പൊ ഒരു ക്ഷേത്രം അവസാനം പ്രതിഷ്ഠിച്ചപ്പോ ശ്രീനാരായണ ഗുരുദേവനോട് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, സാമൂഹ്യ നിലയൊക്കെ ഒന്ന് ഉയർന്നു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നമുക്ക് ഇവിടെ പൂജിക്കാൻ നമ്പൂതിരിയെ വിളിച്ചാലോ? ഗുരു പറഞ്ഞ ഒറ്റ വാക്കുണ്ട്, എങ്കിൽ പോയതൊക്കെ മടങ്ങി വരും. ഭഗവാൻ പറയുന്ന വാക്കുകളെ നിങ്ങൾ തമാശയായിട്ടോ വെറുതെയായിട്ടോ എടുത്ത് കാണരുത്. എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന സത്യത്തിന്റെ പൊരുളാണ്. നമ്പൂതിരി എന്ന് പറയുന്നത് ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതിയല്ല, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരമാണ് പേടിപ്പിച്ചുകൊണ്ട് ഭക്തിയെ ഉണ്ടാക്കി അതിന്റെ മറവിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അയ്യോ, ചാത്തന് കൊടുക്കണം, ഊട്ട് കൊടുക്കണം, അങ്ങനെ ചെയ്യും, ഭദ്രകാളിക്ക് കുരുതി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്നും പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് നമ്മളെ ബൗദ്ധിക അടിമകളാക്കിയിട്ട് ആ ജനവിഭാഗം അവരവരുടെ രീതികൾ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. കാരണം എന്താ? അത് സഹസ്രാബ്ദമായിട്ട് ആചരിച്ചു വന്ന അവരുടെ പ്രകൃതത്തിലും അവരുടെ സംസ്കാരത്തിലും അവരുടെ ലക്ഷ്യത്തിലും എല്ലാം അത് തന്നെ കിടക്കുകയാണ്. അവരൊരു അവസരം നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഗുരു പ്രതിഷ്ഠിച്ച ദൈവം എന്ന് പറയുന്നത്, ഈ ബഹളം നിർത്താൻ എന്തേലും മാർഗമുണ്ടോ കമ്മിറ്റിക്കാരെ? എനിക്ക് വയ്യ ഇത്ര ശബ്ദം ഉണ്ടാക്കാൻ. ഭക്ഷണം കഴിക്കുന്നവരും മിണ്ടായിരുന്നു കഴിച്ചുകൂടെ? ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദം ഇത്രയും ഓക്കെ ഭഗവാനെ. ഇപ്പൊ പോയതെല്ലാം തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ആ ആരാധനാ സമ്പ്രദായം ഇവിടെ തിരിച്ചു വരും. ഇവിടെ വീണ്ടും ജനം അടിമയാകും. പഴയ കാലഘട്ടം ആവർത്തിക്കും. ഇനി രക്ഷിക്കാൻ വരാൻ ആരുമില്ല. ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഗുരുവിന്റെ ഇടപെടൽ. രക്ഷിക്കാൻ വരാൻ ഇനി ആരുമില്ല. പഴയ അന്ധതയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ടാണ് പോയതെല്ലാം തിരിച്ചു വരും, അതുകൊണ്ട് ആരും അത് ചെയ്യരുത് എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇതൊന്നും പഠിക്കാൻ തയ്യാറല്ല, ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല, ഇതൊന്നും മനനം ചെയ്യാൻ തയ്യാറല്ല. നമുക്കിതൊന്നും അറിയണ്ട. ചെണ്ടമേളം എന്ന് പറഞ്ഞത് ആസുരികമായ ഒരു ശബ്ദതാളമാണ്. ഇത് മൈക്കില്ലാതെ കിലോമീറ്ററുകൾ പോകും. ഇതിന്റെ ഒരു ഐതിഹ്യം പറയുന്നത്, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഈ വാദ്യങ്ങൾ തമ്മിലുള്ള തർക്കം ഉണ്ടായപ്പോ ഓരോരുത്തരും കൂടുതൽ ശബ്ദമുള്ള വാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം അസുരൻ ഉണ്ടാക്കിയതാണ് ചെണ്ട. അതിന്റെ ശബ്ദത്തെ വെല്ലാൻ ദേവന്മാരുണ്ടാക്കിയ ഒരു വാദ്യോപകരണത്തിനും സാധിച്ചില്ല എന്നാ പറയുന്നത്. അത് ശബ്ദിച്ചു തുടങ്ങിയാൽ പിന്നെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അതിന്റെ ബഹളത്തിന്റെ ഇടയ്ക്ക് അതിന്റെ താളത്തിൽ പെട്ടുപോയാൽ പിന്നെ നമ്മൾ ഒന്നും അറിയില്ല. പെരയ്ക്ക് തീപിടിച്ചാൽ പോലും അറിയില്ല. എനിക്ക് ഒരു അനുഭവം ഉണ്ട്. കാരണം ഒരു ക്ഷേത്രത്തില് ഉത്സവം കാണാനായിട്ട് ഞാൻ പോയി. അവിടെ ചെണ്ടമേളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ചെറുപ്പക്കാർ. ഇവരുടെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാര്. ഊട്ടുപുരയ്ക്ക് തീപിടിച്ചു. അപ്പൊ ഊട്ടുപുരയിലാണ് ചെണ്ടക്കാര് അവരവരുടെ വസ്ത്രം മാറി വെച്ചിട്ട് ഇവര് ഡ്രസ്സ് മാറി വന്ന് കൊട്ടുകയാണ്. ഈ കൊട്ടിയവരും ഈ താളം പിടിച്ചവരും ഇവിടെ തീ പിടിച്ചത് അറിഞ്ഞതേയില്ല. ഫയർഫോഴ്സ് വരെ വന്നു, വെള്ളം കെടുത്തുന്നു. ഇവർ ഈ താളത്തിൽ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്, അറിയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് കൊട്ടും കഴിഞ്ഞ് തിരികെ ചെന്ന് നോക്കി ഡ്രസ്സ് ഇട്ടിരിക്കുന്നിടത്ത് നോക്കിയപ്പോഴത്തേക്ക് കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവന് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നൊരു വാദ്യമാ ചെണ്ട. അതും നിങ്ങൾക്കറിയാമോ? ചട്ടമ്പി സ്വാമി ഇതിന്റെയൊക്കെ ആളായിരുന്നു. ചട്ടമ്പി സ്വാമി ഒരു സന്യാസിയല്ലായിരുന്നു, ഒരു പ്രതിഭയായിരുന്നു. നല്ലൊരു പ്രതിഭയായിരുന്നു. എന്താ, വാദ്യകലകളിലൊക്കെ നല്ല പ്രാവീണ്യം, ശാസ്ത്രത്തിൽ നല്ല പ്രാവീണ്യം. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ രമിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ചട്ടമ്പി സ്വാമി. ഇവര് തമ്മിൽ കൂടിയ കാലത്ത് ചട്ടമ്പി സ്വാമി പറഞ്ഞു, ഞാൻ കൊട്ടുന്നത് നാണു കണ്ടിട്ടുണ്ടോ? നാണു പറഞ്ഞു, നമുക്ക് താല്പര്യമില്ല. ഭഗവാന് ശാന്തനായിരിക്കുന്ന താല്പര്യം.
ഈ ജഗത്തിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, ഈ ജഗത്ത് ലയിച്ചു നിൽക്കുന്ന, ഭഗവാൻ ദൈവദശകത്തിൽ പറയുന്ന ആഴമേറുന്ന മഹസ്സില് സദാ ആണ്ട് സമാധാനചിത്തനായിരിക്കാനാണ് ഭഗവാൻ ഇഷ്ടം. അപ്പൊ നാണുവിനെ നിർബന്ധിച്ചു ചട്ടമ്പി. നാണുവുമായിട്ട് പോയി. കരമന എന്ന് പറയുന്ന ദേശത്ത് ദേശച്ചെണ്ട നടക്കുകയാണ്. ചെന്നപ്പോഴത്തേക്ക് ചട്ടമ്പിക്ക് അങ്ങ് മൂത്തു. ആവേശം. ഓടിച്ചെന്ന ഒരു കെട്ടുകാരന്റെ ചെണ്ട ഇങ്ങ് മേടിച്ചിട്ട് അവിടെ നിന്നങ്ങ് പെരുക്കാൻ തുടങ്ങി. പെരുക്കി വെളുപ്പിന് വരെയായി. സന്തോഷം. തല മത്തു പിടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നാണുവിനെ കാണാനില്ല. ഈ മനുഷ്യൻ പിന്നെ നാണുവിനെ അന്വേഷിച്ചൊരു 6 മാസം കറങ്ങിയാണ്. ഒരിടത്തും കാണാനില്ല. അവസാനം ശംഖുമുഖം കടപ്പുറത്ത് ഒരു വെളുപ്പിന് 3 മണിക്ക് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവൻ അന്വേഷിച്ച് നടക്കായിരുന്നല്ലേ അർത്ഥം. 3 മണിക്ക് നോക്കുമ്പോൾ പടിഞ്ഞാറേക്ക് നോക്കിയിട്ട് ശാന്തമായിട്ട് നിൽക്കുന്നു, ഇങ്ങനെ ഒരു മല പോലെ. അന്നാണ് ചട്ടമ്പിക്ക് നാണു ആരാണെന്ന് മനസ്സിലായത്. നാണുവിന്റെ നിശ്ചയങ്ങളെ ഇളക്കുവാനായിട്ട് ദൈവത്തിന് പോലും സാധിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ശിവശതകത്തിൽ സ്വന്തം ഇഷ്ടദൈവത്തോട് പറയുകയാണ്, ഞാൻ നടക്കത്തില്ല, നിന്റെ വഴിക്ക് കുറെ കുഴപ്പങ്ങളുണ്ട്, അതെനിക്കറിയാം, അതിനൊന്ന് എന്നെ വിളിച്ചാൽ എന്നെ കിട്ടില്ല. ഇതാണ് നാണു എന്ന് പറയുന്ന നാരായണ ഗുരുദേവൻ. ആ നാരായണ ഗുരുദേവനെയാണ് നമ്മൾ ചെണ്ട കൊട്ടി പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. എന്തിന്റെ ബലത്തിലാണത് ചെയ്യുന്നത്? ഒന്നിന്റെയും ബലത്തിലില്ല, അറിവില്ലായ്മയുടെ ബലത്തിലാണ്. നമ്മുടെ താന്ത്രിക രീതികൾ മുഴുവനും പഴയ ഹൈന്ദവ ആചാരത്തിൽപ്പെട്ടിട്ട് പേടിപ്പിക്കുക എന്നുള്ള ആ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. ശ്രീനാരായണ ഗുരുദേവൻ അതിന് ബദലായിട്ടാണ് വൈദിക മഠം തുടങ്ങിയത്. പക്ഷെ അത് പൂർത്തീകരിക്കാനായിട്ട് ഭഗവാന് സാധിച്ചില്ല. പക്ഷെ അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പൂജാവിധികളും താന്ത്രിക രീതികളും ശിവഗിരിയിൽ എവിടെയോ പൊടി പിടിച്ചിരിപ്പുണ്ട്. ശിവഗിരി ഇപ്പോഴത്തെ സന്യാസിമാര് അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് അവർക്ക് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ധർമ്മസംഘത്തിന്റെ ബൈലോ കിട്ടിയത്. അത് നോക്കിയപ്പോഴത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും അബദ്ധമാണ്. ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ A to Z പറഞ്ഞിട്ടാ പോയത്. നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ പോലും ശ്രീനാരായണ ഗുരുദേവൻ ഇടപെടാതെ പോയിട്ടില്ല. സ്ത്രീകളുടെ ആർത്തവ പ്രശ്നത്തിൽ വരെ ഇടപെട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായ വിശകലനം കൊടുത്തിട്ടാ പോയ. അപ്പൊ അത്രയും കെയർ, ശ്രദ്ധ, ബോധം ഇതെല്ലാം നമുക്ക് തന്നിട്ടാ ശ്രീനാരായണ ഗുരുദേവൻ പോയത്. എവിടെ പോയി? ശരീരം മറഞ്ഞുപോയത്. ഭഗവാന്റെ പൂർണ്ണത ഇപ്പോഴും വന്നിട്ടില്ല. ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ദൈവത്തോട്. സുബ്രഹ്മണ്യ കീർത്തനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താ പ്രതിജ്ഞ? ഈ ദീനം പിടിച്ചും മധുര കുടിച്ചും ബോധം കെട്ട് കിടക്കുന്ന ജനത്തിന് അവരും കൂടി ഉയർന്നു വന്ന് അവർക്കും കൂടി മോക്ഷം കിട്ടിയാലേ നമുക്ക് പൂർണ്ണതയുള്ളൂ. കാരണം നമ്മൾ തന്നെയാണിത്. നാം എന്ന് ഗുരു പറയുന്ന എന്താണ്? പണ്ട് രാജാക്കന്മാർ നോം എന്ന് പറയുകയാണ്. അത് ബ്രാഹ്മണരും നോം എന്ന് പറയുമായിരുന്നു. ഗുരു നാം എന്ന് പറയുന്നത് ഗുരുവിനെ ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. എല്ലാം അടങ്ങുന്ന ഒന്നായിട്ടാണ് തന്നെ കാണുന്നത്. എഴുത്തച്ഛൻ പറയുന്ന പോലെ അഖിലവും ഞാൻ, അല്ലേ? ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമിക, തോന്നുന്നതാകി അഖിലം ഞാൻ, എല്ലാം ഞാൻ തന്നെയാണ്. ആ ഭാവത്തിൽ നിന്നിട്ടാ ഗുരു നാം എന്ന് പറയുന്നത്. അപ്പൊ നാം എന്ന് പറയുന്ന ഗുരുവിന് നമ്മളും ഗുരുവും ഭിന്നമല്ല. അങ്ങനെയുള്ള ഗുരു സത്യബോധത്തിൽ നിന്നുകൊണ്ട് നമ്മളെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ചെല്ലാതെ ഗുരുവിന് എന്ത് കിട്ടത്തില്ല? പൂർണ്ണത കിട്ടില്ല. ഗുരു അങ്ങനെ പൂർണ്ണനാകുമ്പോ ലോകം മുഴുവൻ ഗുരു ആരാധ്യനായി മാറും. അപ്പൊ ഗുരു ആരാധ്യനായി മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ ബഹളത്തിനിടയിലും ഇവിടെ ഒരു പ്രഭാഷണം വെക്കണമെന്ന് ഇവിടുത്തെ ഭാരവാഹികളുടെ ഉള്ളിലേക്ക് ഭഗവാൻ തോന്നിപ്പിക്കുന്നത്. ഈ പ്രയത്നത്തിന്റെ ഭാഗമാണ്. എന്നെയൊക്കെ പോലെ ക്രിക്കറ്റും സിനിമയും രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് നടന്ന പത്രപ്രവർത്തകനെ ബ്രെയിൻ വാഷ് ചെയ്ത് പിടിച്ചുകൊണ്ടുവരുന്നതും ഭഗവാനാണ്. എന്തിനാണ്? ദൗത്യം നിറവേറ്റാൻ. കുമാരനാശാനെ പിടിച്ചുകൊണ്ടുവന്നു. ചെറു കവിതകളും എഴുതി സ്വന്തം
വിഹ്വലതകളുമായി കറങ്ങി നടന്ന കുമാരനാശാനെ വിളിച്ചുകൊണ്ടുവന്ന് നമ്മോടൊപ്പം പോരാൻ പറഞ്ഞു. ധർമ്മത്തിന്റെ ഭാഗമാക്കി, പുതിയ മനുഷ്യനാക്കി. സഹോദരനയ്യപ്പൻ പണമില്ലാതെ വിദ്യാഭ്യാസം മുടങ്ങിയപ്പോ പിടിച്ചുകൊണ്ട് വന്നു. കാരണം എന്താ? ഉൾക്കാമ്പുള്ളവരെ പിടിച്ചോണ്ട് വരുന്നേ. നന്നാക്കിയാൽ നന്നാകുമെന്നുള്ളവരെ പിടിച്ചോണ്ട് വരുന്നേ. എല്ലാവരും പിടിക്കത്തില്ല. സാമാന്യ ജനം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ കാലവും ഉണ്ടാവും. ഗുരു പറയുന്നു, ഒരിടത്ത് 1000 പേരുണ്ടെങ്കിൽ ആ 1000 പേരെയും നമുക്ക് സത്യമാർഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ 10 പേരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ പറ്റും. എന്തിനാ? ഇവർ ഉപദ്രവം ഉണ്ടാക്കരുത്, ഇവർ ഈ സിസ്റ്റത്തെ തകർക്കരുത്, ഇവരിതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായികളായിട്ട് നിന്നോട്ടെ. മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ളവനെ വളർത്തിയെടുക്കുക. ലക്ഷക്കണക്കിന് യുവാക്കളുണ്ടായിരുന്ന ഇവിടുത്തെ അവർണ സമുദായത്തിൽ നിന്ന് ഗുരു തെരഞ്ഞെടുത്തത് 10-15 പേരെയാണ്. അവരെ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഇത് സ്പ്രെഡ് ചെയ്തത്. ഇപ്പോഴും ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓരോരുത്തരെ കണ്ടെത്തി അവരെ പരിപോഷിപ്പിച്ച് അവർക്ക് വേണ്ട പബ്ലിക് ഇമേജും കൊടുത്ത് ഭഗവാൻ കൊണ്ടു നടക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ ശരീരത്തോടു കൂടിയിരുന്ന് പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വന്നിട്ടുണ്ട്. ഭഗവാൻ കാലുകുത്താത്ത ഒരു മണ്ണും ഇവിടെ ഇല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഗ്രന്ഥം വായിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഭഗവാൻ നേപ്പാളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ശിവൻ നേരിട്ട് വന്ന് എഴുതിയെന്ന് വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ കെട്ട് ഇരിക്കുന്നത് നേപ്പാളിലെ ഒരു ഗുഹയുടെ അറയിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് പോയി അത് വായിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം. ഭഗവാന്റെ കാലൂന്നാത്ത ഒരിടവും ഭൂമിയിലില്ല. ഇപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മെ പ്രഭാഷണത്തിന് വിളിക്കും. ചിലയിടങ്ങളിലൊക്കെ ഗുരുമന്ദിരങ്ങളായിട്ടുണ്ട്. ചിലയിടങ്ങളിലെ ഗുരുവിനെ വെച്ച് പൂജിക്കുന്നു, ഗുരുമന്ദിരമാകാനുള്ള ശ്രമം നടത്തുന്നു. അബുദാബി എന്ന് പറയുന്ന ഇസ്ലാം രാഷ്ട്രത്തിൽ മറ്റൊരു ആരാധനയും അനുവദിക്കാതിരുന്നവര് ഇപ്പൊ അവിടെ ക്ഷേത്രം പണിയാനായിട്ട് സ്ഥലം കൊടുത്തു. അതിൽ ഗുരുദേവന്റെ മന്ദിരവും വരാൻ പോകുന്നു. ഇങ്ങനെ പലയിടത്തും ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗുരുമന്ദിരവും ഗുരുക്ഷേത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരോട് പറയുന്ന ഒന്നേ ഉള്ളൂ, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മിടുക്കുകൊണ്ട്, നിങ്ങൾ ആലോചിച്ചുറപ്പിച്ച് നിങ്ങളുടെ ധനം കൊണ്ടുണ്ടാക്കിയാണെന്നല്ല. ഈ മണ്ണിൽ ഈ ഭാഗത്ത് നിങ്ങൾ ഈ ക്ഷേത്രം വെച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഭഗവാന്റെ പാദം പതിഞ്ഞിട്ടുണ്ട്, അതാലേ അവിടെ വെക്കാൻ പറ്റൂ. ഭഗവാന്റെ പാദം പതിയാത്തിടത്ത് ഭഗവാനെ പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എവിടെയൊക്കെ ഗുരു ആരാധിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ഭഗവാനെ കണ്ടത് എപ്പോഴാണ്? അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം. അതിനു മുമ്പ് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഭഗവാൻ നടന്നാണ് സഞ്ചരിക്കുന്നത് നമ്മൾ വിചാരിക്കും. അല്ല, ഭഗവാൻ പ്രകാശവേദത്തിലാണ് സഞ്ചരിക്കുന്നത്. കാരണം ഒരു ദിവസം രാവിലെ തലശ്ശേരിയിൽ നിൽക്കുന്നയാള് പിറ്റേ ദിവസം രാവിലെ എങ്ങനെ ശിവഗിരിയിൽ കാണും? എങ്ങനെ കാണും? അന്ന് ദിവസങ്ങൾ സഞ്ചരിക്കണം തലശ്ശേരിയിൽ നിന്ന് ശിവഗിരിയിൽ വരുന്നത്. പിറ്റേ ദിവസം ആളെങ്ങനെ ഇവിടെ ഉണ്ടാവും? അതിന്റെ പിറ്റേ ദിവസം ആലുവയിൽ കാണും, ഉച്ച കഴിഞ്ഞ് കോഴിക്കോട് കാണും. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് അന്നത്തെ മനുഷ്യർക്ക് ഒട്ടും ബോധ്യമാവാത്തത് കൊണ്ടാണ് അവർ ദൈവമായിട്ട് ആരാധിച്ചത്. വേറൊന്നും പറയണ്ടല്ലോ. പിന്നെ ദൈവമാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഡെഫിനിഷന്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് ശ്രീനാരായണ ഗുരു മനുഷ്യരൂപത്തിലിരുന്നപ്പോൾ തൊട്ടടുത്ത് ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളവർക്കൊന്നും ഗുരു വേറെയാണെന്ന് തോന്നിയിട്ടില്ല, ദൈവമാണെന്ന് തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു. രണ്ടാമത് നമുക്കിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി പറയേണ്ടി വരുന്നത്? ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിതത്തെയും ചില വൈദേശിക പ്രത്യയശാസ്ത്രങ്ങൾ വന്ന് കൈയടക്കം ചെയ്തു. അവരിത്തരം ഒരു പഠനത്തിനും നമ്മുടെ ഒരു തലമുറയെ അനുവദിച്ചില്ല. ഒരു പുസ്തകം പോലും വായിക്കാൻ സമ്മതിച്ചില്ല. അവരിതിനെ ഹൈഡ് ചെയ്തു വെച്ചു. അതുകൊണ്ട് നമ്മൾ അജ്ഞരായിപ്പോയി. നമ്മൾ അജ്ഞരാണ്. നമ്മുടെ തൊട്ടുമുമ്പുള്ള നമ്മുടെ അച്ഛനമ്മമാർ അജ്ഞരാണ്. നമ്മൾ ഇപ്പോൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങളും അജ്ഞരാണ്. കാരണം എന്താ? ഒരിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു, ഹൈഡ് ചെയ്തു വെച്ചു. ഇപ്പോ അതിനകത്തുനിന്ന് പൊങ്ങി വരികയാണ്. നിങ്ങൾ ജെംസിന്റെ പരസ്യം കണ്ടിട്ടില്ലേ ടിവിയില്? ആദ്യം 2 ജെംസ് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? കൈകൊണ്ട് പൊത്തിപ്പിടിക്കും. അപ്പോ 3ഉം 4ഉം ജെംസ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അവസാനം കമിഴ്ന്ന് കിടന്നപ്പോഴത്തേക്ക് ഇവനെയും പൊക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് മുകളിലേക്ക് പോകുന്നു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെയാണ് ശ്രീനാരായണ ദർശനം. അത് ജെംസ് പൊങ്ങി വരുന്ന പോലെയല്ല, വെളിച്ചം വരുന്നത് പോലെയാണ്. അണ പൊട്ടിയിട്ട് വെള്ളമൊഴുകി വരുന്നത് പോലെയാണ്. ആരൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചോ അവരെയൊക്കെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, അവര് കെട്ടിവെച്ച മതിലുകളെ ഇല്ലാതാക്കിക്കൊണ്ട്
ഇത് ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് വന്ന് നിറയും. ഈ ആഴമേറിയ സമുദ്രം വന്ന് നിറഞ്ഞിട്ട് നമ്മളെല്ലാം അതിൽ ആണ്ടുവാഴുന്ന ഒരു കാലമുണ്ടാവും. അപ്പൊ നമ്മൾ ധർമ്മപ്രചാരകരെന്താ ചെയ്യുന്നത്? ഇവര് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇവര് മറച്ചു വെച്ചിരിക്കുന്ന ആ അണ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അണ കുത്തിപ്പൊട്ടിച്ചിട്ട് ഗുരുദർശനത്തെ ഒഴുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒഴുകി വരുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് ജനം ഇവിടെ ഉണ്ടാവണം. പകരം പഴയ പ്രാകൃതാചാരത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവനെ കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെയും നമ്മെയും രക്ഷിക്കാൻ ഇനി ആരും വരില്ല ഈ ഭൂമിയിലേക്ക്. ദൈവം ഗുരുരൂപത്തിൽ വന്നാൽ ഗുരുവിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഒരു സ്ഥാനം ലോകത്ത്. ഗുരുരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. രാജാവായിട്ട് വന്നിട്ടുണ്ട്, ഭിക്ഷക്കാരനായിട്ട് വന്നിട്ടുണ്ട്, ആട്ടിടയനായിട്ട് വന്നിട്ടുണ്ട്, മഹർഷിയായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് തരത്തിൽ വന്നു. അവസാനം ഒരു സ്കൂളില് അച്ചടക്കം സ്ഥാപിക്കാൻ ഹെഡ് മാസ്റ്റർ നേരിട്ടിറങ്ങുന്നത് പോലെ ഭഗവാൻ വന്നിരിക്കെ ഇനി ആർക്കും ഈ സ്കൂളിനെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ചെയ്യേണ്ടത് എന്താണ്? ഭഗവാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ മാത്രം മതി. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അതാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. എന്താണ്? ശ്രീനാരായണ ധർമ്മം. അത് അനുഷ്ഠിച്ച് ജീവിക്കുക. 5 ധർമ്മങ്ങളുണ്ട്, 5 ശുദ്ധികളുമുണ്ട്. ഇത് 10 കൽപ്പനയാണ്. 5 ധർമ്മവും 5 ശുദ്ധിയും. അറിയാലോ എല്ലാവർക്കും. പഠനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന സ്ഥലമല്ലേ കോട്ടയം? പഠന കേന്ദ്രങ്ങളുള്ള സ്ഥലമല്ലേ കോട്ടയം? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഗുരുവിന്റെ പഞ്ചധർമ്മം അറിയാം. അത് അറിഞ്ഞ് പാലിക്കണം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മൈക്കും കെട്ടിക്കൊണ്ട് നടക്കരുത്. സ്വജീവിതത്തിൽ 5 ധർമ്മങ്ങളും പാലിക്കണം. എന്തൊക്കെയാണത്? സത്യം, അഹിംസ, അസ്തേയം, വ്യഭിചാരമില്ലായ്മ, മദ്യപാന ഇല്ലായ്മ. ഇത് പാലിക്കാൻ പറ്റുമോ സ്വന്തം ജീവിതത്തില്? പറ്റും എന്ന് ആണ് ആ നടയ്ക്ക് നേരെ വന്ന് പറയേണ്ടത്. അല്ലാണ്ട് ഞാൻ ഇളനീരും കൊണ്ട് വന്നേക്കാന്നല്ല പറയേണ്ടത്. ഞാൻ 5 ധർമ്മങ്ങളും പാലിച്ചുകൊള്ളാം ഭഗവാനെ. രാവിലെ കുളിച്ചിട്ടു എന്ന് പറയുക. ഞാൻ 5 ശുദ്ധികളും പാലിച്ചുകൊള്ളാം ഭഗവാനെ. എന്തൊക്കെയാണത്? ശരീരശുദ്ധിയുണ്ട്, വാക്ശുദ്ധിയുണ്ട്, മനഃശുദ്ധിയുണ്ട്, ഇന്ദ്രിയശുദ്ധിയുണ്ട്, ഗൃഹശുദ്ധിയുണ്ട്. ജീവിക്കുന്ന പരിസരം ശുദ്ധമാക്കുക. നമ്മളൊന്ന് ആലോചിക്കുക. അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു വീട്ടില് നമുക്ക് ജീവിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അലോസരപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാം കൃത്യമായി അടുക്കി വെച്ച് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു തെളിച്ചം വരിക. ഇനി ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം, അപ്പുറത്തിരിക്കാം, വലിയ സുഖം. നേരത്തെ അവിടെ കിടക്കുമ്പോഴത്തേക്ക് ഒരു പഴംതുണി, ഇപ്പുറത്തെ കുട്ടിച്ചാക്ക്, ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ആ വീട്ടിൽ ജീവിക്കുന്നത് എന്താണ്? നരകത്തിൽ ജീവിക്കുന്ന പോലെ ഇരിക്കും. വൃത്തിയാക്കി കഴിയുമ്പോൾ ഓക്കെ. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചവറൊന്നുമില്ലാതെ നല്ല വിസ്താരമായിട്ട് കിടക്കുന്ന നമ്മൾ കുട്ടികളെ ഇറക്കി വിടും. കളിച്ചോളാൻ പറയും. അഴുക്കില്ലാത്ത മണ്ണാണെന്ന് പറയും. അഴുക്കില്ലാത്ത മണ്ണ്, അഴുക്കില്ലാത്ത വെള്ളം, അഴുക്കില്ലാത്ത വായു. ഇതാണ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് സമ്പാദിച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത് റബ്ബർ എസ്റ്റേറ്റും സ്വർണവും വീടും ഒന്നുമല്ല. അവന് ശ്വസിക്കാവുന്ന ശുദ്ധവായു. അത് മുഴുവനും ഫാക്ടറികൾ നടത്തിയും AC വെച്ചുമൊക്കെ വായു നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നശിപ്പിച്ചു കഴിഞ്ഞു. 41 നദികളെ തന്നിട്ടും ഇപ്പോഴും കുടിനീരിന് വേണ്ടിയിട്ട് പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ച് കുടവുമായിട്ട് നടക്കുന്നവരാണ് നമ്മൾ. എന്താണ്? ആ വെള്ളത്തെ ഉപയോഗിക്കാൻ നമുക്ക് അറിയാൻ പറ്റാണ്ടായിപ്പോയി. ചില രാജ്യങ്ങളിലേക്ക് 1 or 2 നദിയേ ഉള്ളൂ. അതൊക്കെ നിറഞ്ഞൊഴുകുന്നത് നമ്മൾ കാണണം. ഒരഴുക്ക് പോലും ഇല്ലാതെ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്നത് പോലെ നദി സംരക്ഷിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ഒരു തോട് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? വേണ്ട. സ്വന്തം വീട്ടിലെ കിണറ് വൃത്തിയാക്കി വെക്കാൻ പറ്റുന്നുണ്ടോ? സാധിക്കില്ല നമുക്ക്. നമ്മൾ ശീലിക്കേണ്ടത് അതൊക്കെയാണ്. വഴിപാടും പക്കമേളവും ഒന്നും അല്ല നമ്മൾ ശീലിക്കേണ്ടത്. ജീവിതത്തിൽ ശീലിക്കേണ്ട ഇത്തരം കുറെ പാഠങ്ങളുണ്ട്. മനസ്സ് ശുദ്ധമാക്കി വെച്ചാൽ നല്ല വാക്ക് പറയും. പുറത്തിറങ്ങി നല്ല വാക്ക് പറഞ്ഞെന്നാൽ കഞ്ഞിയും കിട്ടും, വെള്ളവും കിട്ടും, കിടക്കാൻ വേണമെങ്കിൽ പായും കിട്ടും. പുറത്തിറങ്ങി ചീത്ത വിളിച്ചെന്നാൽ കിട്ടും. എന്താ? ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് കിട്ടും. അപ്പൊ നല്ല വാക്ക്, നല്ല മനസ്സ്, നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാൻ പറ്റുക, ചീത്തത് കണ്ടാൽ അയ്യോ അതങ്ങനെയല്ല, അത് തിരുത്തണമെന്ന് പറയാൻ പറ്റുക. ഇതാണ് നല്ല മനസ്സ്. ചീത്തത് കണ്ടാൽ നമ്മൾ ചിലപ്പോൾ മിണ്ടത്തില്ല. കാരണം എന്താ? അവൻ അനുഭവിച്ചോട്ടെ. എനിക്കിപ്പോ നിങ്ങളെ ഇങ്ങനെ പിടിച്ചിരുത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, സുഖിപ്പിച്ച് സംസാരിക്കാനും അറിയാം നന്നായിട്ട്, നിങ്ങളെ ആവേശത്തിലാക്കാൻ അറിയാം, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ജയ് ഗുരുദേവൻ എന്ന് വിളിപ്പിക്കാനും എനിക്കറിയാം. പക്ഷെ എന്താണ്? കണ്ടത് പറയണം. അത് ഭഗവാനെ ആചരിക്കുന്നവർക്കൊക്കെ ചെയ്തേ പറ്റുവര്.
കാരണം എന്താ? അതൊരു നല്ല മനസ്സ് അതിലാ കിടക്കുന്നത്. ഒരാൾ നശിച്ചു പോകുന്നത് കണ്ടാൽ അയ്യോ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു മനസ്സ്, ഇത് മനഃശുദ്ധിയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, പിടിച്ചു കെട്ടുകയല്ല വേണ്ടത്. ഗാർഹസ്ഥ്യം എന്ന് പറയുന്ന ഒരു ആശ്രമത്തില്, നമ്മളൊരു ആശ്രമവാസികളാണ്. എന്താണ് ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത്? ചതുരാശ്രമങ്ങളിൽ ഒന്നാണ്. ആ ആശ്രമത്തിൽ എന്തുണ്ട്? എല്ലാ ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുമാത്രം വിനിയോഗിച്ച് അതിന്റെ ധർമ്മം നിറവേറ്റി മുന്നോട്ട് പോയാൽ മതി. വേലി ചാടാതിരിക്കുക, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വേലി ചാടാതിരിക്കുക. എത്ര സ്വസ്ഥതയുള്ള ജീവിതമായിരിക്കും. നമ്മുടെ അയൽവക്കക്കാരന് നമ്മളെ പേടിയില്ല. അവിടെ ഒരു പെൺകുട്ടി വളർന്നു വരികയാണ്, ഇപ്പുറത്തൊരു പയ്യനോ ചേട്ടനോ അപ്പൂപ്പനോ ഉണ്ടല്ലോ, ഇപ്പൊ പേടിയാ. അങ്ങേരുടെ കണ്ണുമിടത്തേക്കൊന്നും വിട്ടേക്കല്ലേ എന്നും പറഞ്ഞ് പൊതിഞ്ഞു പിടിച്ച് പാവാട തുമ്പിൽ കൊണ്ടു നടക്കേണ്ടി വരിക കുട്ടികളെ. എന്താ? പേടിയാ. കാരണം എന്താ? വേലി ചാടും. അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നുമില്ലാതെ നമ്മൾ കഴിഞ്ഞിരുന്നൊരു കാലമില്ലേ? അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കുട്ടികൾ ഭക്ഷണം കഴിച്ചിരുന്ന, കൂട്ടുകൂടി ചെന്ന് എല്ലായിടത്തും കയറി നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബാല്യം. ഇപ്പൊ പുതിയ പിള്ളേർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എല്ലാവരെയും വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുശുമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരുത്തനെ തകർക്കുന്ന ഒരു കുശുമ്പും ആരും ചെയ്യില്ലായിരുന്നു, അല്ലേ? സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ദുരാഗ്രഹത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ഉള്ളിലെ കാമഭ്രാന്ത് അടക്കാൻ വേണ്ടിയിട്ട് മറ്റൊരുത്തന്റെ ദേഹത്ത് കയറി കൈപിടിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അത് ഗുരുവിന്റെ പ്രഭാവം നിന്നൊരു കാലമാണ്. നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായും അകന്ന് സുഖഭോഗങ്ങളുടെ നടുവിലായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗുരു മറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഗുരു മറഞ്ഞു. നിങ്ങൾ ക്ഷേത്രമുണ്ടാക്കുന്നു, ഗുരുവിനെ അതിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു, വൈകുന്നേരം നല്ല താക്കോലിട്ട് പൂട്ടി വീട്ടിലേക്ക് പോകുന്നു. ഭഗവാൻ നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾ സമ്മതിക്കൂല. ഇവിടെ ഇരുന്നോണം, വെളുപ്പിനെ 4 മണിക്ക് ശാന്തി വരുമ്പോ എണീറ്റാ മതി എന്ന് പറയും. നമ്മുടെ ആരാധനാ മാർഗം ഭഗവാൻ എന്ത് ചെയ്തു? ഇങ്ങനെ പൂട്ടിയിട്ടിരുന്ന ശ്രീകോവിലുകൾ ആൾക്കാരെ അകറ്റി നിർത്തിയപ്പോ ഭഗവാൻ ശ്രീകോവിലും ക്ഷേത്രവും ഒന്നുമില്ലാതെ യഥാർത്ഥ ദൈവത്തെ എടുത്ത് പാറപ്പുറത്ത് വെച്ചവനാ ഭഗവാൻ. ഇവിടെ ഒന്നുമില്ല, കയറി വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. ക്ഷേത്രങ്ങളെല്ലാം പ്രതിഷ്ഠിച്ച് അവസാനം ഭഗവാൻ പറഞ്ഞു, ഇനി നമുക്ക് ഇത്രയും ക്ഷേത്രങ്ങൾ വേണ്ട കേട്ടോ. ഇതൊക്കെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാണ്ടായിട്ട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ വല്ല വായനശാലയും വെക്കും. അതുകൊണ്ട് നമുക്ക് എന്നും നിലനിൽക്കാവുന്ന ഒരു രീതി കൊണ്ടുവരണം. എന്താണ് അത്? ക്രിസ്ത്യൻസിന്റെ പള്ളി പോലെ പണിയുക നിങ്ങൾ. എങ്ങനെയാണ്? വളരെ നീളമുള്ള വിസ്താരമുള്ള ഒരു പ്രാർത്ഥനാ ഹാള്, ഒരു അൾത്താര പോലെയുള്ള കേന്ദ്രം. അവിടെ നിങ്ങളുടെ ഇഷ്ടമൂർത്തിയുടെ ഒരു വലിയ ചിത്രമോ ഒരു പ്രതിമയോ, അതിന് അഷ്ടബന്ധവും നഷ്ടബന്ധവും ഒന്നും വേണ്ട. അതങ്ങ് വിശ്വാസത്തോടു കൂടി കൊണ്ടുവന്ന് വെക്കുക, ശുദ്ധമായി ആചരിക്കുക. എല്ലാവരും എല്ലാ ദിവസവും വന്നിരുന്ന് എന്ത് ചെയ്യുക? നല്ല പ്രാർത്ഥനാഗീതങ്ങൾ, നല്ല മനസ്സോടുകൂടി, ഇളം മനസ്സോടുകൂടി, കുരുന്നു മനസ്സോടുകൂടി. ഭഗവാൻ എപ്പോഴും പറയും, മനസ്സ് എങ്ങനെയാക്കി വെക്കണം? പിഞ്ചില പോലെ ആക്കി വെക്കണം. മനസ്സിലായോ? കനമില്ലാത്ത മനസ്സോടുകൂടി വന്ന് പ്രാർത്ഥിക്കുക. കൂട്ടത്തിൽ ആരെങ്കിലും ശാസ്ത്ര പാരംഗതന്മാര് കണ്ടെത്തുക. വൈകുന്നേരത്തെ ദീപാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ശേഷം അയാളെ കൊണ്ട് ജീവിതചര്യകളെ കുറിച്ചൊരു പ്രഭാഷണം നടത്തിക്കുക. വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിപ്പിക്കുക. തലയ്ക്കകത്ത് തെളിച്ചം വരും, ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാട് വരും. ക്ഷേത്രത്തിലേക്ക് വന്നതുപോലെയല്ല നമ്മൾ മടങ്ങിപ്പോകുന്നു. നമുക്കൊരു ബോധവും ബോധ്യവും വരും. ഇതൊക്കെയാണോ? ഇനി ഞാൻ ജീവിച്ചോളാം മുന്നോട്ട്, ഇനി എനിക്ക് പ്രതീക്ഷയുണ്ട്, ഇനി എന്റെ മക്കളെ ഞാൻ നന്നായി വളർത്തിക്കോളാം, ഇതാണല്ലേ സത്യം എന്നറിഞ്ഞിട്ട് ഇവര് തിരികെ പോകുന്നു. അത് വീട്ടിലാചരിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ പ്രഭ വർദ്ധിക്കുന്നു. വീണ്ടും അവരിവിടെ ഒത്തുകൂടുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറയും, നമുക്ക് ഈ നാടിനു വേണ്ടി കുറച്ച് നല്ല കാര്യം ചെയ്യാം. ഇവിടെ നമുക്കൊരു വായനശാല ഉണ്ടാക്കാം, ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കാം, ഇതിനടുത്ത് നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കാം. വൈകുന്നേരങ്ങളിൽ നമുക്ക് ശുദ്ധമായി ശ്വസിക്കാൻ അയൽവക്കക്കാർക്കൊക്കെ കൂടി വന്ന് ഇരുന്ന് ചെറിയ കൊച്ചുവാർത്താനൊക്കെ പറഞ്ഞ് രസകരമായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റിയ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം. അതിൽ കുറച്ച് ബെഞ്ചുകളൊക്കെ ഇടാം, നല്ല ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാം. മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ ഇവിടെ. ഇങ്ങനെ ഒരു അന്തരീക്ഷം ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിനും ഉണ്ടാക്കുക. മനസമാധാനമാണ് മനുഷ്യന് ഇന്ന് കിട്ടാത്തത്. ബഹളം എവിടെ ചെന്നാലും കിട്ടും. ശാന്തിയാണ് വേണ്ടത്. ശാന്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ചിന്തകളും ബഹളാത്മകമായി പോകുന്നത്. നമ്മൾ എടുത്തുചാട്ടക്കാരാകുന്നത്, നമുക്ക് ജീവിതബോധം ഇല്ലാതാകുന്നത്, നമ്മൾ അങ്ങും വഴക്കിടുന്നത്.
ക്ഷേത്രങ്ങളിൽ വന്നിട്ട് ഈ ബഹളവും വെടിക്കെട്ടും ആനയും അമ്പാരിയൊക്കെ കണ്ട് ആകെ കുഴഞ്ഞു പറഞ്ഞാണ് ചെല്ലുന്നത്. ഷാപ്പിൽ നിന്ന് ചെല്ലുന്ന പോലെ ക്ഷേത്രോത്സവം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നത്. കമന്ന് പിടിച്ചങ്ങ് കിടക്കും. രാവിലെ ചായ ഉണ്ടാക്കാൻ തർക്കമാണ്. നീ ഉണ്ടാക്ക്, ഞാനും നിങ്ങളെ പോലെ ഉറക്കം നിന്നിട്ടാ വന്ന് കിടന്നത് കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്കങ്ങ് ഉണ്ടാക്കിയാൽ എന്താ, ഒരു ചവിട്ട് അവിടെ കിട്ടി, കലഹമായി. അപ്പോ തലേ ദിവസം അമ്പലത്തിൽ പോയിട്ട് കിട്ടിയത് കലഹമാണ്. കലഹിക്കാനുള്ളൊരു മനസ്സാണ് കിട്ടിയത്. ഭഗവാൻ പറഞ്ഞതുപോലെയുള്ള ഒരു അന്തരീക്ഷമാണ് ആ ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ നടന്നിരുന്നതെങ്കിൽ കുറെ ജീവിതം പോകും. കാരണം നമ്മളൊക്കെ നമ്മുടേതായ നിത്യജീവിതത്തിന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുന്നവരാണ്. നമ്മൾ മറ്റു വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് അതൊക്കെ ഇന്നതാണ്, ഇതൊക്കെ ഇന്നതാണെന്ന് പറയുമ്പോൾ പുതിയ വെളിച്ചമാണ് തലയ്ക്കകത്തേക്ക് വരുന്നത്. ആഹാ, ഇങ്ങനെയാണോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ജീവിതത്തെ പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ സാധിക്കുന്ന ഉത്സവങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഗുരുവിനെ ദൈവമായി പ്രതിഷ്ഠിക്കാൻ തുടങ്ങി, ഒരു തെറ്റുമില്ല, നല്ലതാണത്. കാരണം ഗുരുവാണ് ദൈവം. ഗുരുവിനെ ആശ്രയിക്കാതെ ഇനി ലോകത്ത് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ അതിനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിടുമ്പോൾ അതെങ്ങനെ വേണം? ഭഗവാൻ ഒരു ക്ഷേത്രം എങ്ങനെയായിരിക്കണമെന്ന് അവസാന കാലത്ത് പറഞ്ഞ ആ സാധനം നമ്മൾ എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് ആ രീതി നടപ്പാക്കണം. ഇളനീർ തീർത്ഥാടനം എന്താണെന്ന് പറയാം. ഈ ഇളനീർ തീർത്ഥാടനം വടക്കൻ കേരളത്തിന്റെ ആചാരമാണ്. നമ്മുടെ നാട്ടിൽ ഞാനിപ്പോ കറങ്ങി നടന്നിട്ട് കോട്ടയത്തല്ലാതെ വേറെ ഞാൻ കാണുന്നില്ല. ഇത് ആരുപദേശിച്ച് തന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണ് അവരതങ്ങനെ ചെയ്തതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ക്ഷേത്രക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ, ലക്ഷങ്ങൾ മുടക്കിയാണ് ഗുരുദേവനെ ഇവിടെ പ്രതിഷ്ഠിച്ചത്, പഞ്ചലോഹമൊക്കെ ആയിട്ട് പ്രതിഷ്ഠിച്ചത്. പക്ഷേ അന്നത്തെ ദിവസം പ്രതിഷ്ഠയുടെ സമയത്തുണ്ടായി ഭക്ഷണവും കഴിച്ചിട്ട് പോയ ഒറ്റെണ്ണവും പിറ്റേ ദിവസം തൊട്ട് ഇങ്ങോട്ട് കയറുന്നില്ല. അവർ പഴയ ഭദ്രകാളിയുടെയും അയ്യപ്പന്റെയും ശിവന്റെയും പിന്നാലെ പോവുകയാണ്. അവർ വർഷത്തിലൊരിക്കൽ പൈസ ഉണ്ടാക്കിയിട്ട് ഗുരുവായൂരും പഴനിക്കും ഒക്കെ പോവുകയാണ്. ഇങ്ങോട്ടേക്ക് ഭഗവാനെ കാണാൻ ആരും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നടക്കുന്നവരെ വരുത്താൻ ഒരു മാർഗം. അപ്പൊ ഒരു ബഹളവും ഒരു താലപ്പൊലിയും ഒരു ഘോഷയാത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ്, ഗുരുവിന്റെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക, ആഹാ പോയാലോ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതികൾ ആരാണ്? ഇപ്പോഴും ഭഗവാന്റെ ധർമ്മത്തിൽ വിശ്വസിക്കാതെ എന്നാൽ ഭഗവാന്റെ ആളുകളാണെന്നും പറഞ്ഞ് നടക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ഈ കേസിലെ പ്രതികൾ. നമ്മൾ ഒരാചാരം കൊണ്ടുവരുമ്പോൾ നോക്കുക, ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇതാണ് ഗുരുദേവൻ പറഞ്ഞത്, സ്വതന്ത്ര ബുദ്ധി വേണം നമുക്ക്. ഓരോന്നും കൊണ്ടുവരുമ്പോൾ അതങ്ങ് അനുകരിക്കരുത്. എടുത്തു വെച്ചിട്ട് വിഷം കൊണ്ടുവന്ന് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്നാ ഒരു കുപ്പി എനിക്ക് നന്നേക്കെന്ന് പറഞ്ഞ് കുടിക്കരുത് മേടിച്ച്. അതെന്താണ് സാധനം? ഇത് എവിടുന്ന് കൊണ്ടുവന്നു? ഇത് എന്തിനു കൊടുക്കുന്നു? ഇത് അന്വേഷിക്കാതെ ഒരു സാധനവും ഉള്ളിലേക്ക് കടത്തിവിടരുത്. ഒരു ആചാരം കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കുക, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിന്റെ ഉദ്ദേശം? അത് പറഞ്ഞു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആചരിക്കാൻ തയ്യാറാണ്. പറഞ്ഞു തരേണ്ട വിധത്തിൽ നമ്മളെ പറഞ്ഞ് ബോധിപ്പിക്കട്ടെ, അതിന്റെ യുക്തി പറഞ്ഞു തരട്ടെ. വടക്കൻ കേരളത്തില് 3 തരം ഉപാസനാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ശിവനോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വിഷ്ണുവോ ദേവിയോ ഒന്നും ഇല്ലായിരുന്നു. അവരുടെ പൂജാരീതികൾ ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്നതാണ്. ഗോത്ര വിഭാഗത്തിന്റെ പൂജാരീതികൾ എന്ന് വെച്ചാൽ കാളി കൂളി പിശാച് പൂജയാണ്, ഗുളികൻ പൂജയാണ്. മുത്തപ്പനും ഉണ്ടാകും അതിന്റെ കൂടെ. അതിനെ അവർ 3 തരത്തിൽ പൂജിക്കുന്നു. ഇതെല്ലാം ആയോധന കലയുടെ ഭാഗമായിട്ടാണ് ഈ കളരി ദൈവങ്ങളെല്ലാം ഉണ്ടായി വന്നത്. ആയോധന കല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, കളരിപ്പയറ്റ്. ഓരോ കളരിക്കും നാഥയായിട്ട് ഒരു ദേവി ഉണ്ടാവും. ആ ദേവിയെ ഇവരെന്ത് ചെയ്യുന്നു, ഇതിലേതെങ്കിലും ഒരു പൂജാവിധി കൊണ്ട് പൂജിക്കുക. അതിനാണ് ഉത്തമ പൂജ, മധ്യമ പൂജ, അധമ പൂജ. പേര് കേട്ടപ്പോ മനസ്സിലായല്ലോ. ഉത്തമ പൂജ എന്ന് പറയുന്നതിൻ്റെ അകത്ത് അവൽ, മലർപ്പൊടി, ശർക്കര, അട, കരിക്ക്, ഇതാണ് ഉത്തമ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ. മധ്യമ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ അവൽ, മലർ എല്ലാം ഉപയോഗിക്കുന്നതിന്റെ കൂടെ ഉണക്ക മത്സ്യം ചുട്ടതോ മാംസം ചുട്ടതോ കൂടി വയ്ക്കും മധ്യമ പൂജയായി. അതിലുണ്ട് വറപൊടിയും മലർപ്പൊടിയും കരിക്കും അതിലുണ്ട്. അധമ പൂജയിൽ ഈ കരിക്കിനെ ഇങ്ങെടുത്ത് മാറ്റിയിട്ട് പകരം കള്ള് വയ്ക്കും.
മാത്രവുമല്ല അത് കൗളമാർഗമായതുകൊണ്ട് ഈ പൂജാവിധിയുടെ ഭാഗമായിട്ട് സ്ത്രീ പുരുഷ സംഭോഗവും നടക്കും. ഇതാണ് അധമ പൂജ. ഇത് ഗോത്രവർഗങ്ങളുടെ പൂജയാണ്. എന്നുവെച്ചാൽ സംസ്കാരപരമായിട്ട് വളരാത്ത ജനസമൂഹത്തിന്റെ ദൈവം എന്താണെന്നറിയാത്തവര് ദൈവത്തെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ മനസ്സിലാക്കിയ വിധത്തില് പൂജിച്ചു വരുന്നൊരവസ്ഥയാണത്. അപ്പോ ഈ 3 പൂജാ സമ്പ്രദായങ്ങളിൽ 2 കൂടെ ഉപയോഗിക്കുന്നതാണെന്ത്? കരിക്ക്. ഒരൽപ്പം സ്പിരിറ്റുള്ള സാധനമാണ് കരിക്ക്. കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതറിയാം, അല്ലേ? ഒരൽപ്പം ലഹരിയുള്ള സാധനമാണ് ഈ കരിക്ക്. കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഇളനീരാട്ടം അതിപ്രശസ്തമായി നടന്നു വന്നത്, കണ്ണൂര്. ഈ കൊട്ടിയൂർ ക്ഷേത്രത്തില് ബ്രാഹ്മണ വിഭാഗമാണ് പൂജിച്ചിരുന്നത്. അവർ 2 തരത്തിലുള്ള അഭിഷേകങ്ങൾ അവിടെ നടത്തുമായിരുന്നു. ഒന്ന്, പാലും കൊണ്ട് ഇതുപോലെ എഴുന്നള്ളിച്ചു വരും. കുംഭത്തിൽ പാല് കൊണ്ടുവന്നിട്ട് അത് ശിവന്റെ തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ട് അതിന്റെ പങ്കും പറ്റിക്കൊണ്ടു പോകും. ഈ പോകുന്നത് ബ്രാഹ്മണ വിഭാഗം ഉന്നതരായി കരുതപ്പെടുന്ന വിഭാഗക്കാരാണ്. നീചമായി കരുതപ്പെടുന്ന വിഭാഗക്കാരോടാണ് പറഞ്ഞത് ഇളനീരും കൊണ്ടുവരാൻ പറഞ്ഞത്, കരിക്കും കൊണ്ടുവന്നാൽ മതി. കാരണം അവരാണല്ലോ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ കരിക്കുണ്ടാകാൻ കുറച്ച് വൈകുന്നതിന് മുമ്പാണല്ലോ കൊട്ടി മറ്റേ സാധനം ഉണ്ടാക്കുന്നത്, കള്ളുണ്ടാക്കുന്നത്. അവന്റെ കണ്ണിൽ പെടാതെ പോകുന്ന കൊലയാണല്ലോ കരിക്കായിട്ട് വരുന്നത്. അത് കൊണ്ടുവരാൻ പറഞ്ഞു. തീയന്മാരാണ് കരിക്കുമായിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെ പോണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓം നമ ശിവായ എന്നും പറഞ്ഞല്ല പോകേണ്ടത്, നല്ല പച്ചത്തെറി വിളിച്ചോണ്ട് പോരാൻ. നമുക്ക് വലിയ സന്തോഷ. തെറി പറയുന്നതിനേക്കാൾ ഏറ്റവും ഉന്മാദിക്കും നമ്മൾ. കാരണം എന്താ, വർഷത്തിലൊന്ന് നമ്മൾ കൊടുങ്ങല്ലൂരും ചേർത്തലയിലൊക്കെ പോയിട്ട് 364 ദിവസം അമ്മേ ദേവി മഹാമായേ എന്ന് വിളിച്ചോണ്ടിരുന്ന അമ്മയെ ചെന്നിട്ട് നല്ല ചീത്ത വിളിക്കും. ഒരു മടിയില്ല. നമുക്ക് എന്തും ചെയ്യാൻ മടിയില്ല. അമ്മയെ തല്ലാൻ മടിയില്ല. അച്ഛനെ ചവിട്ടാൻ മടിയില്ല. ഉപേക്ഷിക്കാൻ മടിയില്ല. എന്തും ചെയ്യുന്ന പ്രകൃതത്തെ വിളിക്കുന്ന പേരാണ് ആസുരിക പ്രകൃതം. അപ്പൊ ആ ആസുരിക പ്രകൃതം ആണ് നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും നിൽക്കുന്നത്. ഇത് ചെയ്ത് ചെയ്ത് ഈ ഒരു തലമുറ അങ്ങ് നശിച്ച്, സാംസ്കാരികമായി നശിച്ച്, അവരുടെ ആയോധന കലയുടെ ആസ്ഥാന കേന്ദ്രമായിരുന്ന കളരികളെ കൊട്ടേഷൻ സംഘങ്ങളാക്കി മാറ്റിയിട്ട് നാടുവാഴികൾ എന്ത് ചെയ്തു? 2 നാടുവാഴികൾ തമ്മിലുള്ള തർക്കം നടക്കുമ്പോ എന്നാ ഇവര് തമ്മിൽ അങ്ങ് വെട്ടിച്ചത്താ പോരെ ഈ നാടുവാഴികൾ തമ്മില്? അവര് ചെയ്യില്ല. തീയന്മാര് കളരി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇരിപ്പുണ്ട്. ചുമ്മാ മസിലും പെരുക്കി രാവിലെ തൊട്ട് ആയോധന കലയുമായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ചേകവന്മാർ. ഇവര് ചെന്നിട്ട് ഒരു ചേകവന് പൊൻപണം കൊടുക്കും. ഇപ്പോഴത്തെ കൊട്ടേഷൻ പരിപാടി തന്നെയാണത്. പൊൻപണം കൊടുത്ത് അവനത് സ്വീകരിച്ച് ഈ ദേവിക്ക് കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ ഒരു കുരുതിയും നടത്തിയിട്ട് ഒരു ഡേറ്റ് പ്രഖ്യാപിക്കും. എന്താ, ഇന്നത്തെ പോലെ രാത്രി വന്ന് ബൈക്കിൽ വെട്ടിയിട്ട് പോകുന്ന പരിപാടിയല്ല. ഇത് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് വെട്ടുന്നത്. അവനൊരു ഡേറ്റ് കൊടുക്കും. ഇന്നേക്ക് 41-ാം ദിവസം. ആ 41 ദിവസവും ഇവൻ വ്രതം എടുത്ത് ഈ അധമ പൂജയും ചെയ്ത് ഇതിനകത്ത് തന്നെ കഴിയും, വീട്ടിലേക്ക് കയറത്തില്ല. മറ്റേ നാടുവാഴി എന്ത് ചെയ്യും? ഇതുപോലൊരു പൊട്ടനെ, മസിൽ പെരുക്കുകയുള്ളൂ, തലയ്ക്കകത്തില്ല, പോയി കാണും, പൊൻപണം കൊടുക്കും, അവനും മസിൽ പെരുക്കാൻ തുടങ്ങും. മനസ്സിലായോ? എന്നിട്ട് ഈ പാവങ്ങൾ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഈ 2 ചേകവന്മാരും തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഇവർ അന്നത്തെ ദിവസം വന്ന് എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്യുന്നു. അതിലൊരാൾ മരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. എന്താണ്? ഇവൻ ആരാധിക്കുന്ന ദേവി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിദ്യാശക്തിയാണത്. ഭഗവാൻ പറയുന്നു പ്രകൃതി ശക്തി 2 തരത്തിലുണ്ട്. സൃഷ്ടി നടത്തുന്ന പ്രകൃതി ശക്തി 2 തരത്തിലുണ്ട്. ഒന്ന് അവിദ്യാശക്തിയും മറ്റൊന്ന് വിദ്യാശക്തിയും. അവിദ്യാശക്തി നമ്മെ പലതുണ്ടെന്നും അതിൽ ഞാനുണ്ടെന്നും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കണമെന്നും പഠിപ്പിക്കും. വിദ്യാശക്തി ഇവിടെ പലതില്ല, ഒന്ന് മാത്രമാണ്, അത് എന്റെ മായയാണ്, നീ ഈ മായ മാറാൻ പ്രാർത്ഥിച്ചാൽ നിന്നെ അപ്പുറത്തേക്ക് വിടാമെന്ന് പറയും. ആ ശക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ദേവി. അത് ശാരദയാണ്. അത് ശിവഗിരിയുടെ താഴെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആരും പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ കുരുതി നടക്കുന്നില്ല, താലപ്പൊലി നടക്കുന്നില്ല, ആന എഴുന്നള്ളത്ത് നടക്കുന്നില്ല, ഇളനീരാട്ടവും നടക്കുന്നില്ല.
അവിടെ വെള്ളവും പൂവും, അഭിഷേകം പോലും ഇല്ല ശ്രീ ശാരദയ്ക്ക്, വെള്ളവും പൂവും വെച്ച് ആരാധിച്ച് ഈ വിദ്യാശക്തിയെ പ്രീതിപ്പെടുത്തിയിട്ട് നീ മുകളിലേക്ക് വരാനാ ഭഗവാൻ പറഞ്ഞു. അപ്പോ ശ്രീനാരായണ ഗുരുദേവന്റെ അടുക്കൽ എത്തണമെന്നുണ്ടെങ്കിൽ വിദ്യാശക്തിയായ ദേവിയെ ശ്രദ്ധയോടെ ശാന്തമായ മനസ്സോടുകൂടി ഭജിച്ച് മായാബന്ധത്തിൽ നിന്ന് അകന്നു വേണം ഭഗവാന്റെ അടുക്കൽ ചെല്ലാൻ. അങ്ങനെയുള്ളവർക്കേ അവിടെ അഡ്മിഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ അമ്മയെ കണ്ടോ എന്ന് ചോദിക്കും മുകളിലിരുന്നിട്ട്. ഭഗവാൻ ശരീരത്തോടുകൂടി ഇരുന്ന സമയത്തും 1912 ശേഷം ആര് ചെന്നാലും ചോദിക്കും നമ്മുടെ അമ്മയെ കണ്ടോ. നമ്മൾ വിചാരിക്കുമോ ഭഗവാന്റെ ക്ഷേത്രമൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കും, അവിടെ ആള് കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഭഗവാൻ പറയുന്ന വാക്കിനൊക്കെ അമൃതിനേക്കാൾ വലിയ അർത്ഥമാണ്. അമ്മയെ കാണാതെ നമ്മെ കാണാനുള്ള കണ്ണ് നിനക്കുണ്ടാവില്ല. നാം പൂർണ്ണ ബ്രഹ്മസ്വരൂപമാണ്, അമ്മ മായയാണ്. അമ്മ പ്രസാദിച്ച് മായ മാറ്റിയാലേ നിനക്ക് എന്റെ അടുക്കൽ വരാൻ പറ്റൂ. അതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിച്ച് മായ മാറ്റുക. ശിവഗിരി തീർത്ഥാടനത്തിന് ഈ പറഞ്ഞ നാഗമ്പട മൈതാനത്ത് കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ചെന്നു ശിവഗിരി തീർത്ഥാടനം എന്നുള്ള ആശയം അവതരിപ്പിച്ചപ്പോ ഗുരു പറഞ്ഞു, എന്താണ്, കൊള്ളാം, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശാരദയെ തൊഴാം. ശുദ്ധീകരണം നടത്തിക്കോളൂ എന്നാ പറയുന്നത്. എന്താണ്? ആദ്യം ദേഹശുദ്ധി വരുത്തുക, കുഴൽ വെള്ളത്തിൽ കുളിക്കുക, നല്ല വെള്ളത്തിൽ കുളിക്കുക, തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ചിന്തകൾ അടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ശാരദയെ തൊഴുത് വിദ്യാശക്തിയെ പ്രീതിപ്പെടുത്തി ഈ കാണുന്നതൊക്കെ മായയാണ്, ഞാൻ അതിൽ പെട്ടുപോയ ഒരാളാണ്, ഒന്നായ മാമതി നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണുവലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനി. ഇങ്ങനെ അമ്മയെ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. അമ്മയെ ഈ ബൃഹത്തായിരിക്കുന്ന ബ്രഹ്മാണ്ഡമായി കാണുന്ന ഈ ലോകം മുഴുവനും അമ്മ എന്ന് പറയുന്ന ഒരേ സത്തയിൽ നിന്ന് പൊട്ടിയുണ്ടായതാണ്. അതിലൊന്നാണ് ഞാൻ. ഞാൻ ഒരു വ്യക്തിയാണെന്നും ഞാൻ ഒരു ജീവിയാണെന്നും കണക്കാക്കിയിട്ട് ഈ സംസാര സാഗരത്തിൽ വീണ് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരയെത്തുന്നില്ല, നീന്താനും പറ്റുന്നില്ല, ദുരിതക്കടലിൽ പെട്ടിട്ട് ജീവിതം മുഴുവനും ദുഃഖവും ദുരിതവും സഹിച്ച് ഞാനിങ്ങനെ കഴിയുകയാണ്. അമ്മ, എന്നെ പോലെ ഓരോരോ വ്യക്തികളും ഇവിടെയുണ്ട്. എല്ലാവരും ഓരോരോ ആശയക്കാരാണ്. എല്ലാവർക്കും അവനവന്റേതായ വിശ്വാസമുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളെ പിടിച്ചിട്ട് ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കൽപ്പിത ഭാവമുണ്ട്. അതുമായിട്ട് ചേരുന്നുണ്ടോ പ്രഭാഷകൻ എന്നാണ് നിങ്ങൾ നോക്കുന്നത്. ചേരുന്നില്ലെങ്കിൽ നമ്മൾ തള്ളിക്കളയും. പോടെ വീട്ടിൽ പോടെ എന്ന് പറയും. എല്ലാവർക്കും അവനവന്റേതായ ആശയമുണ്ട്. ഭഗവാൻ പറയുന്നു, ഈ എന്റെ ആശയം, അതുപോലെയുള്ള എന്റെ ആശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്നാട് ആറിടുന്നു ജനനി. അമ്മേ, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പാലിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ചിന്നാഭിയുണ്ടല്ലോ, എല്ലാ അമ്മയ്ക്കും നാഭിയുണ്ട്. ആ നാഭിയിൽ നിന്ന് ഒരു കുഴലകത്തേക്കുണ്ടായിരുന്നു. അതുവഴിക്കാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കുഞ്ഞിന് ഗർഭപാത്രത്തിൽ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നതും അവന്റെ വേസ്റ്റ് എടുത്തോണ്ടിരുന്നതും ഈ പൊക്കിൾ കൊടിയിലൂടെയാണ്. ഇപ്പൊ വിശ്വത്തിനൊരു മാതാവുണ്ടെങ്കിൽ ആ മാതാവിനും ഒരു പൊക്കിൾ കൊടി ഉണ്ടാവും. അതിന്റെ പേരാണെന്ത്? ചിന്നാഭി. ഈ വ്യത്യസ്തമായ കാഴ്ചകൾ കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, അവൻ കണ്ടത്, ആ അനുഭവം, ഇങ്ങനെ മൂന്നായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്റെ ആശയത്തെ അമ്മയാകുന്ന ഒരേ ആശയത്തിലേക്ക് ലക്ഷ്യം കാണിച്ച് എന്നെ ആ ചിന്നാഭിയിൽ കൊണ്ടുവന്ന് എന്നെ അതിലേക്ക് തിരികെ എടുത്ത് എന്നെ അങ്ങ് ലയിപ്പിച്ചാലും അമ്മേ, ഈ സത്യത്തിലേക്ക് ലയിപ്പിച്ചാലും അമ്മേ എന്നാണ് ദേവിയോട് പ്രാർത്ഥിക്കാൻ ഭഗവാൻ പഠിപ്പിച്ചിട്ട് ശാരദയെ അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യം? അതാണപ്പോ ഇനി നമ്മുടെ ദേവി. 64 കൈയും നീട്ടി നാക്കും നീട്ടിയിരിക്കുന്ന സാധനത്തിനോടൊക്കെ പറയുക, ഞങ്ങൾക്ക് വേറെ ആളെ കിട്ടി, വളരെ സന്തോഷം, ഇത്രയും നാളുമൊക്കെ പരിപാലിച്ചതിനൊക്കെ വളരെ സന്തോഷം. ഭഗവാനോട് ഞങ്ങൾ പറയുന്നുണ്ട്, അമ്മയ്ക്കും മോക്ഷമൊക്കെ കിട്ടും, മനസ്സിലായോ? ഇവിടെ ഇരുന്നോളൂ, ഭഗവാൻ വന്നിട്ടുണ്ട്, എല്ലാവർക്കും മോക്ഷം കൊടുക്കും. ഭഗവാൻ ഓരോ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് ചെന്ന് സർപ്പക്കല്ല്, ചാത്തങ്കല്ല്, അറുകൊലക്കല്ല് എടുത്തെറിയുമ്പോ ഇതുങ്ങൾക്ക് മോക്ഷ കൊടുക്കുന്നേ.
ഭഗവാന്റെ കരസ്പർശം ഏൽക്കുമ്പോ ഈ പാവൻ മൂർത്തികൾ, ഇവർക്ക് മോക്ഷം കിട്ടാത്ത മൂർത്തികളാണ് ഈ പറഞ്ഞ ദുർമൂർത്തികളായിട്ട് നടക്കുന്നത്. അവരെ എന്ത് ചെയ്യാണ് ഭഗവാൻ? കരസ്പർശം കൊണ്ട് മോക്ഷം കൊടുക്കുകയാണ്. ശ്രീരാമൻ അഹല്യയെ ചവിട്ടി ഉണർത്തിയതുപോലെ ഭഗവാന്റെ കരസ്പർശമേറ്റിട്ട് അറുകൊലയും എല്ലാം മോക്ഷപ്രാപ്തിയിലേക്ക് പോവുക. നമ്മൾ ഓടിച്ചെന്ന് തിരിച്ചെടുത്തുകൊണ്ട് വന്ന് സങ്കല്പ പൂജ ചെയ്ത് തിരികെ വെച്ചിരിക്കുക. ഭഗവാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലേക്ക് വരെ ദുർമൂർത്തികളെയും കൊണ്ട് കയറിയവരാ നമ്മൾ. എന്റെ വീട്ടിൽ പണ്ടൊരു പട്ടി വന്ന് കയറി, ഒരു കൊടിച്ചിപ്പട്ടിയ എന്ന് പറഞ്ഞാൽ എന്താ, പെൺപട്ടി. ഇത് ഓമനത്തം കണ്ട് ഞാൻ ഇതിനെ എടുത്ത് വളർത്തി കേട്ടോ. വീട്ടിൽ നല്ല ഭക്ഷണം കൊടുത്ത് ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം എന്ത് ചെയ്തു, ഇത് തൊടല് പൊട്ടിച്ചു പോയിട്ട് എങ്ങൊക്കെയോ പോയിട്ട് അമേദ്യം തിന്നിട്ട് ഏതോ ഒരു ചത്ത് കിടക്കുന്ന ജീവിയുടെ ശവവും വലിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ അന്ന് അതിനെ അവിടെ നിന്ന് പാക്ക് ചെയ്തു വിട്ടോളാൻ പറഞ്ഞു. ഞാൻ എന്റെ ഗൃഹാന്തരീക്ഷത്തെ ശുദ്ധമാക്കി വെച്ചിരിക്കുന്നു. ഞാനിവിടെ ആചരിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഞാൻ അത് നിന്നെ പഠിപ്പിച്ചു. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നോ? ഇല്ല, സുഖമായിട്ട് കഴിഞ്ഞു. പക്ഷെ മനസ്സിന്റെ പ്രകൃതം, അവന്റെ പ്രകൃതം കിടക്കുന്നു എന്ത്, ചീത്തയെ പിടിച്ച് കടിച്ചു വലിക്കാനായിട്ട്. അങ്ങനെ പോയി കടിച്ചു വലിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് കയറണ്ടെന്ന് നമ്മൾ പറയും. കാരണം എന്താ, ഇതൊരു എനർജി സെന്ററാണ്. ഭഗവാന്റെ എനർജി സെന്ററുകളിലേക്ക്, ഭഗവാന്റെ 41 ക്ഷേത്രങ്ങളിലേക്ക് ഭഗവാൻ നൽകിയ പണപ്പായസം കഴിക്കാതെ, ഭഗവാൻ നൽകിയ നിവേദ്യം കഴിച്ച് തൃപ്തിപ്പെടാതെ പുറത്തുപോയി ചാത്തനെയും ചാമുണ്ടിയെയും ഭദ്രകാളിയെയൊക്കെ പൂജിച്ചിട്ട് അതേ ചീഞ്ഞവായുമായിട്ട് ഭഗവാന്റെ സങ്കേതത്തിലേക്ക് തിരികെ കയറി ചെല്ലുമ്പോൾ അവിടവും നശിച്ചുകൊണ്ടിരിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ ശിവനെ പ്രതിഷ്ഠിച്ചാലും, ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചാലും, ദേവിയെ പ്രതിഷ്ഠിച്ചാലും അവിടെ ഇരിക്കുന്നത് ഗുരുവിന്റെ പ്രാണനാണ്. നമുക്കറിയാലോ, പ്രതിഷ്ഠ നടത്തുന്നയാളുടെ പ്രാണനാണ് അവിടെ ആ ദേവനായിരിക്കുന്നത്. അപ്പൊ ഇപ്പോ നടത്തുന്ന പ്രതിഷ്ഠകളിലൊക്കെ ആരുടെ പ്രാണനായിരിക്കും ഇപ്പൊ ഇരിക്കുന്നത്? നമുക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇക്കാര്യം ഞാന് വിശുദ്ധാനന്ദ സ്വാമിയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ സ്വാമി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്, ഗുരുക്ഷേത്രങ്ങളിൽ ഇനി എന്തില്ല, അഷ്ടബന്ധ പ്രതിഷ്ഠയില്ല. ഭഗവാന്റെ ശിഷ്യര് സംഘം ചേർന്ന് താമസിക്കുന്ന മഠമാണ് എന്ത്, ശിവഗിരി മഠം. ശിവഗിരി മഠം ചുമതലപ്പെടുത്തുന്ന സന്യാസിയോ, ശിവഗിരി മഠത്തിലെ ഗുരുവിന്റേതായ താന്ത്രിക വിദ്യ അനുസരിച്ച് പഠിക്കുന്ന ഒരു തന്ത്രിമുഖ്യനോ വേണം എവിടെ പ്രതിഷ്ഠിക്കാൻ, ഗുരുപ്രതിഷ്ഠ നടത്താൻ. രണ്ടാമത്തെ ഘട്ടം, ഗുരുപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിലെ പൂജാ സമ്പ്രദായം ഗുരുവിന്റെ ദർശനമനുസരിച്ച്, ഗുരുവിന്റെ ധർമ്മമനുസരിച്ച് റീഷെഡ്യൂൾ ചെയ്യുക. അത് അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ അപ്പുറത്ത് പോയി സാമ്രാജ്യം പിടിച്ചു ഗുരുവിനെ ദൈവസ്ഥാനത്ത് എല്ലായിടത്തും ഉറപ്പിച്ചിട്ട് വരുമ്പോൾ നിങ്ങള് യാദവര് കാണിച്ചതുപോലെ പഴയ അവസ്ഥയിലെ ഇത് നാശമാക്കിയിട്ട് കഴിഞ്ഞാൽ ആരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടത്? ഇപ്പൊ ഗുരുവിന്റെ ക്ഷേത്രമാണ്, ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. ഇവിടെ വ്യത്യസ്തമായ ആചാരരീതിയാണ്, ഇവിടെ മനുഷ്യത്വമാണ് മുഖ്യം. ഇത് ഹൈന്ദവ ധർമ്മത്തിന്റേതായ കേടുപാടുകളൊന്നും ഇല്ലാത്തതാണെന്നും പറഞ്ഞ് നമ്മളൊരാളെയും വിളിച്ചുകൊണ്ട് ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോ അവൻ പറയില്ല, അവിടെ ഇരിക്കുന്നതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ചെയ്യുന്നതല്ല ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ ശത്രുസംഹാര പൂജ, ഇവിടെ ഉണ്ടല്ലോ ഗരുഡം തൂക്കം, ഇവിടെ ഉണ്ടല്ലോ എന്താ സർപ്പത്തിന് ബലി കൊടുക്കല് ഉണ്ടല്ലോ, പിന്നെ അതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നാണം കെടുന്ന ആരാ? നമ്മുടെ ഗുരുവ്. ഭഗവാനെ നാണം കെട്ട് തൊലി ഉരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്. എന്തിനാ? ഈ ജനതയെ നന്നാക്കാൻ ഒന്ന് ശ്രമിച്ചുപോയി. ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഈ ജനക്കൂട്ടത്തെ നന്നാക്കാൻ ഒന്ന് ശ്രമിച്ചുപോയി. പറഞ്ഞു കൊടുത്തത് കേട്ടില്ല, പറയാത്തത് മുഴുവനും ചെയ്യുന്നു. കൊട്ടിയൂരേക്ക് നടത്തിക്കൊണ്ടിരുന്ന ഈ ഇളനീർ തീർത്ഥാടനം തടയാൻ വേണ്ടിയിട്ടാണ് തലശ്ശേരിയിൽ ജഗന്നാഥനെ പ്രതിഷ്ഠിച്ചത്. അതിനേക്കാൾ പവർഫുൾ ശിവനാണ് തലശ്ശേരിയിലിരിക്കുന്ന ജഗന്നാഥൻ എന്ന് പറയുന്നത്. ജഗത്തിന്റെ നാഥനെ ശിവസ്വരൂപത്തിൽ ഭഗവാൻ പ്രതിഷ്ഠിച്ചിരിക്കുക, തലശ്ശേരി ജഗന്നാഥൻ. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പെട്ടെന്ന് ഇളനീര് താഴെ വെക്കാൻ പറഞ്ഞാൽ വെക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഇളനീരുമായിട്ട് ഇനി അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോന്നാ മതി. ഈ അസഭ്യം വിളിച്ച് പറയുന്നത് മാറ്റിയിട്ട് ഓം ഓം എന്ന് ജപിച്ചോളുക. അങ്ങനെ തീരുമാനിച്ചു. അടുത്ത വർഷം ആരും കൊട്ടിയൂര് പോകരുത്, നിങ്ങളെല്ലാവരും തലശ്ശേരി ജഗന്നാഥനെ കാണാൻ വരണം, ഇളനീര് കൊണ്ടുവന്നോളൂ, ഓം എന്ന് ജപിച്ചോളൂ. ഭഗവാൻ അറിയാം ആൾക്കാർ വഴിതെറ്റി പിന്നെയും പോകുന്നു. അതിനു വേണ്ടിയിട്ട് ശിഷ്യന്മാരെ
കൊട്ടിയൂരൊക്കെ പോകുന്ന വഴിയിലൊക്കെ വെളുപ്പിനെ കൊണ്ടുവന്ന് നിർത്തി. ചിലരെയൊക്കെ പേടിപ്പിച്ച് തിരികെ ഓടിക്കേണ്ടി വന്നു. കാരണം പേടിപ്പിച്ചാലേ നമ്മൾ അനുസരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പേടിപ്പിക്കുന്ന നേതാക്കന്മാരുണ്ടാകുന്നത്. കാരണം എന്താ? അല്ലെങ്കിൽ അനുസരിക്കത്തില്ല. സാത്വികരെ നമുക്ക് നേതാക്കളായിട്ട് തരത്തില്ല. ഇനി തന്നു കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കത്തില്ല. സാത്വികരെ അനുസരിക്കുക, ഓംകാരം കേൾക്കുമ്പോൾ കണ്ണടച്ചിരിക്കുക, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഇരിക്കട അവിടെ എന്ന് പറയുന്ന ആൾക്കാർ വേണം നമുക്ക്. അതുകൊണ്ടാണ് കാലാകാലത്തിൽ ആൾക്കാരെ ഭഗവാൻ മാറ്റി തരുന്നത്. മനസ്സിലായോ? ഇപ്പോ പേടിപ്പിച്ച് ഓടിച്ചു പലരെയും. 200 മഠങ്ങൾ സ്ഥാപിച്ചു തലശ്ശേരിയിൽ. എന്തിനാ? ഈ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാന്റെ ഒരു രീതിയുണ്ട്, പൊടുന്നനെ ഒന്നിനെ എടുത്ത് മറിച്ചു കളയത്തില്ല. പതുക്കെ പതുക്കെ പിടിച്ച് അതങ്ങ് ഇല്ലാണ്ടാക്കി കളയും. ഇപ്പോ ഇളനീരുമായിട്ട് പോവുക എന്നുള്ള ആഗ്രഹക്കാരെ എന്ത് ചെയ്തു ഭഗവാൻ? ആദ്യം റൂട്ട് മാറ്റി, ഉച്ചരിക്കുന്ന മന്ത്രം മാറ്റി, പതുക്കെ പതുക്കെ അതങ്ങ് ഇല്ലാണ്ടായി. അവിടെ ഇളനീർ തീർത്ഥാടന ഇല്ല, അത് നിർത്തി. കൊട്ടിയൂരിലേക്ക് ഇപ്പൊ ആരും പോകത്തില്ല. അവിടെയുള്ളവർ തന്നെ കുറച്ച് വലം വെച്ചിട്ട് അവിടെ വെക്കുകയാണ്. പുറത്തുനിന്നുള്ളൊരു പോക്ക് നിർത്തി. അപ്പൊ ഒരിടത്ത് അവസാനിപ്പിച്ച സാധനമാണിത്. മറ്റൊന്ന്, യുക്തിയില്ലാത്ത ഒരു ആചാരവും ഒരു വഴിപാടും ഭഗവാൻ അനുവദിക്കില്ല. സർപ്പം തുള്ളൽ നടക്കുന്ന ഒരു സ്ഥലത്ത്, അത് ആലുമൂട്ടിൽ ചാന്നാരുടെ വീട്ടിലാണ്. ഒരുപാട് കുര്യാലകൾ കെട്ടിവെച്ചിരിക്കുന്ന ഒരിടമാണ്. ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് മൂർത്തികളുണ്ട്. ഇത്രയും മൂർത്തികളെ പരിപാലിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസിൽ നടക്കുന്ന കാര്യമല്ല. ഒരു തലമുറ അത് ചെയ്തു, അടുത്ത തലമുറ ഇത് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ തലമുറയ്ക്ക് ആകെ നാശം വരും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോരെ, പ്രാർത്ഥന മതി, വെച്ചുപൂജ വേണ്ട. കാരണം നിങ്ങളുടെ അടുത്ത തലമുറ അത് അനുസരിക്കത്തില്ല. പലരും ഹനുമാനെയൊക്കെ വെച്ച് പൂജിക്കും. ഇവന്റെ മോൻ ഹനുമാനുമായിട്ട് എതിരായിരിക്കും. മനസ്സിലായോ? അടുത്ത തലമുറ വരുമ്പോ ഹനുമാൻ അവിടെ വായും പൊളിച്ചോന്ന് നിൽക്കും, കൊടുക്കാൻ ആളില്ല. എന്ത് ചെയ്തു? നേരത്തെ ഉണ്ടായിരുന്നത് പ്രീതിയാണെങ്കിൽ അതെന്തായി? അപ്രീതിയായി മാറി. ഇവന്റെ തലയ്ക്ക് വട്ടുപിടിക്കും, ഇവന്റെ ബോധം നശിക്കും, ഇവന്റെ തലമുറ നശിക്കും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, വെച്ചു പൂജകൾ ആരും ചെയ്യരുത്, പ്രാർത്ഥന മതി. നമുക്ക് പ്രാർത്ഥനയാകുമ്പം അച്ഛൻ പ്രാർത്ഥിച്ചു മകൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സേഫാണ്. ഭഗവാൻ സേഫ് സോണാണ് നമുക്ക് തന്നത്. ഈ ഇളനീരിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നവരുടെ തലയിലേക്ക് ഒഴിക്കുമായിരുന്നു ഈ ആലുമൂട്ടിൽ ചാന്നാരുടെ വീട്ടിൽ. ഭഗവാൻ നോക്കിയപ്പോഴത്തേക്ക് കൂന കൂട്ടിയിട്ടിരിക്കുകയാണ് കരിക്ക്. ഭഗവാൻ ചോദിച്ചു, ഇതെന്താ ഈ കാണിക്കുന്നത്? അല്ല, അത് തുള്ളുന്നവരുടെ തല തണുക്കാൻ ഇതൊഴിച്ചു കൊടുക്കുന്ന. നല്ല രാമച്ച ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതങ്ങ് തണുക്കാൻ അനുവദിക്കുക. ഇത്രയും തണുപ്പ് വേറൊന്നിനുമില്ല. അത് എന്ത് ചെയ്യുക? നല്ല മൊന്തയില്, എന്താ ചെമ്പ് മൊന്ത അല്ലെങ്കിൽ ഓട്ടുമൊന്ത, ഇതില് മുക്കി ഇവരുടെ കയ്യിൽ കൊടുക്കുക. അവരിഷ്ടമുള്ള പോലെ ഒഴിച്ചോട്ടെ. മൺകുടത്തിലാ കൊടുക്കുന്നത്. മറ്റതേ മൺകുടത്തിൽ കൊടുക്കുമ്പോ എന്താ? തുള്ളിക്കൊണ്ടിരിക്കുന്നവരിങ്ങനെ തുള്ളി തലയിൽ ഒഴിച്ചിട്ട് ഒറ്റ ഇറങ്ങെറിയും. ഏറിയുമ്പോ ഈ മൺകുടം പൊട്ടും. പോയത് 10 രൂപയാണോ? ഈ കുടം കൊടുത്താലോ എറിയുമ്പോ ഒന്ന് ചളുങ്ങുമായിരിക്കും. പിറ്റേ വർഷം അതങ്ങ് എടുത്തു കൊടുത്താൽ കഴിഞ്ഞില്ലേ കാര്യം. പൂക്കൊല ഇത് കൊടുക്കരുത്. വല്ല മാവിന്റെ തുമ്പൊടിച്ചു കൊടുക്കാൻ പറഞ്ഞു. തുള്ളാനല്ലേ? മാവിന്റെ ഇല ഒടിച്ചു കൊടുത്താൽ അവർ പിടിച്ച് തുള്ളിക്കോളും. പൂക്കൊല കൊടുക്കുമ്പോ അത്രയും പാക്ക് നഷ്ടമാവുക. പൊതു നഷ്ടമാണ് ഉണ്ടാവുന്ന. ആചാരങ്ങളുടെ പേരിലുണ്ടാകുന്ന പൊതു നഷ്ടമാണ്. ഇത്രയും കരിക്ക് തേങ്ങയായിരുന്നെങ്കിൽ അത് എന്തിനൊക്കെ പ്രയോജനപ്പെട്ടേനെ? ഇത്രയും കരിക്ക് തേങ്ങയായിരുന്നെങ്കിൽ എന്തിനൊക്കെ പ്രയോജനപ്പെട്ടേനെ? അതുകൊണ്ട് ഇനി മേലാൽ ഇത്തരം ആചാരങ്ങൾ നടപ്പാക്കരുത് എന്ന് പറഞ്ഞിട്ട് ആലുമൂട്ടിൽ ചാന്നാരുടെ വീട്ടിൽ നിന്ന് പോന്നു. പിറ്റേ വർഷം തൊട്ട് ഭഗവാൻ പറഞ്ഞതുപോലെ അവിടെ കാര്യം നടത്തി. അതുകൊണ്ടാണ് ആലുമൂട്ടിൽ എന്നുള്ള വീട്ടുപേര് എനിക്കിപ്പോ ഇവിടെ വെച്ച് പറയേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അതന്നേ നശിച്ചു പോയേനെ. പേര് പോലും അവശേഷിക്കത്തില്ല, നാമം പോലും അവശേഷിക്കത്തില്ല ചരിത്രത്തിൽ. എന്താ? ഗുരുനിന്ദ നടത്തിയാൽ ആ പ്രസ്ഥാനം കാണില്ല, പിന്നെ ആ വ്യക്തി കാണില്ല, അയാളുടെ കുടുംബം കാണില്ല. ചരിത്രം അതിനെ വാനിഷ് ചെയ്തു കളയും. അപ്പോ അത്തരം ആചാരം നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിയതാണ്. ഞാൻ പറഞ്ഞു, ഉത്തമ രീതിയിലും മധ്യമ രീതിയിലുമുള്ള പൂജയിലാണ് കരിക്ക് ഉപയോഗിക്കുന്നത്. അത് പിതൃപൂജയുടെ ഭാഗമാണ്. ശിവനെ പിതൃസ്ഥാനത്ത് പിതൃമൂർത്തിയായി കണ്ടുകൊണ്ടാണ് ശിവന്റെ തലയിൽ കരിക്കൊഴിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പിതൃമൂർത്തിയല്ല, ബ്രഹ്മസ്വരൂപമാണ്, സാക്ഷാൽ ബ്രഹ്മമാണ്. നമുക്കൊന്നും ഈ ജന്മം കൊണ്ട് ഗുരുവിന്റെ കാൽപാദത്തിൽ പോലും തൊടാനുള്ള അർഹതയില്ല.
അതുകൊണ്ടാണ് തൊട്ടടുത്ത് വിളിച്ച് ചേർത്ത് നിർത്തിയപ്പോഴും ശിവലിംഗദാസ സ്വാമി പറഞ്ഞു, അവിടുത്തെ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മണൽത്തരി മതി അടിയന്. പാദാംബുജരജോലവ ഗുരുഷട്കം യസ്യ ന കൽപതേ സിദ്ധ്യൈ പാദാംബുജരജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ നമസ്കരിച്ചു. എന്താ, എനിക്ക് ആ പാദത്തിലെ ഒരു മണൽത്തരി മതി. അതിനുള്ള യോഗ്യതയെ അടിയനുള്ളൂ. അടിയന് അതിനുള്ള യോഗ്യതയുള്ളൂ. അവിടെ വരാനുള്ള യോഗ്യതയില്ല, ഭഗവാന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല. കാരണം എന്താ, ഞാൻ പാപപങ്കുലനാണ്, ഞാൻ മായാമോഹിതനാണ്. പൂർണ്ണ ബ്രഹ്മമായ അങ്ങയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് ഞാൻ കടന്നു വരണം. അതുകൊണ്ട് ഞാനിവിടെ നിന്നോളാമെന്ന് പറഞ്ഞ് ശിവലിംഗദാസ സ്വാമി നമ്മളെവിടെ കിടക്കുന്നു? ശിവലിംഗദാസ സ്വാമി എവിടെ കിടക്കുന്നു? നമ്മള് ഭഗവാനെ അഭിഷേകം ചെയ്യാൻ എപ്പോഴാണ് പ്രാപ്തരായത്? ഗുരുവിന് പാദപൂജ ചെയ്യാനേ നമുക്ക് അർഹതയുള്ളൂ. ഗുരുവിന് പാദപൂജ ചെയ്യാനുള്ള അർഹതയെ നമുക്കുള്ളൂ. ഗുരുവിന്റെ തലയിലൊഴിക്കാനുള്ള അർഹത നമുക്കില്ല. നമുക്ക് എവിടുന്നുണ്ടായി? ഏത് തന്ത്രശാസ്ത്രമാണ് നമ്മെ അതിന് അർഹരാക്കിയത്? ഒരു തന്ത്രി എന്ന് പറഞ്ഞെന്നാൽ, ഒരു വൈദികൻ എന്ന് പറഞ്ഞെന്നാൽ ജന്മം തന്നെ അതിലേക്ക് ആയിത്തീർന്നവനാണ്. അവൻ പൂർണ്ണപ്രജ്ഞനാണ്. അവൻ എല്ലാ വിരക്തി വന്നവനാണ്, എല്ലാത്തിൽ നിന്നും വിരക്തനാണവൻ. അവന് ദേവപൂജയല്ലാതെ മറ്റൊന്നും മനസ്സിലില്ല. അവന് ദക്ഷിണ മനസ്സിലില്ല, വസ്ത്രം മനസ്സിലില്ല, ആർഭാടകരമായ ജീവിതം മനസ്സിലില്ല. ഇത് ആചരിക്കുക, ഇത് പഠിപ്പിക്കുക, ഇത് ആചരിക്കുക, ഇത് പഠിപ്പിക്കുക. അങ്ങനെയുള്ള വൈദികരെ നിങ്ങൾക്ക് തൊട്ട് കാണിക്കാമോ? ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള തന്ത്രിമാരുണ്ടോ? ഇല്ല. അപ്പോ എന്ത് ചെയ്യുക? പ്രതിഷ്ഠ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകാതിരിക്കുക. ഭഗവാന്റെ ശിഷ്യരായ സന്യാസിമാരെ കൊണ്ട് വിശ്വാസപൂർവ്വം ഒരു പ്രതിമ എടുത്ത് വെക്കുക, ഇല്ല നല്ലൊരു ചിത്രം എടുത്ത് വെക്കുക, പാദപൂജ ചെയ്യുക. ഗുരുവിന്റെ പാദപൂജ ചെയ്ത് ഗുരുവിന്റെ പ്രീതി നേടുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതല്ല എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ബോധിപ്പിച്ചോളൂ ആരെങ്കിലും. ഞാൻ ഇന്ന് നിർത്തിക്കോളാം ഈ പറച്ചില്. അല്ലാന്ന് എന്നെ ഒന്ന് ഗുരുദർശനവും ഗുരുധർമ്മവും വെച്ചിട്ടൊന്ന് പറഞ്ഞു തരിക. ഞാൻ നിർത്തും ഇന്നത്തതുകൊണ്ട് ഈ പരിപാടി. അത് പറയാൻ പറ്റില്ല. കാരണം ഭഗവാൻ തെളിവില്ലാതെ ഒന്നും പോയതല്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം റെക്കോർഡഡ് ആക്കിയിട്ടാ പോയിരിക്കുന്നേ. എടുത്തു നോക്കാത്തതിന്റെ കുഴപ്പമില്ല. കോടതി ചെന്ന് വക്കീല് ലോ പോയിന്റ് പറയാത്തത് വക്കീല് പഠിക്കാത്തത് കൊണ്ടാണ്, ലോ പോയിന്റ് ഇല്ലാത്തത് കൊണ്ടല്ല. ശ്രീനാരായണ ദർശനം പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോന്നിവാസം കാണിക്കുന്നത്. പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത്. അപ്പൊ നമുക്കൊരു ശുദ്ധീകരണം വേണ്ടേ? നമുക്കൊരു ശുദ്ധീകരണം വേണ്ടേ? വേണം. ഗുരുക്ഷേത്രം ഈ പുതുപ്പള്ളി എന്ന് പറയുന്ന ദേശത്തിന്റെ ആത്മാവ് സ്പന്ദിക്കുന്ന ഇടമാണ്. ഇതിവിടെ സ്ഥാപിക്കപ്പെട്ടത് നിങ്ങളുടേതാരുടെയും മിടുക്കുകൊണ്ടല്ല. ഭഗവാൻ ഇവിടെ ഉപസ്ഥിതനായിരിക്കുന്നത്, ഇവിടെ ഒരു കാല് ചുവട്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് വരും കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്താണ് ആ വരും കാലം എന്ന് പറയുന്നത്? വിവിധ മതവിശ്വാസികളായിട്ടും ഒരേ മതത്തിൽ തന്നെ വിവിധ വിശ്വാസികളായിട്ടും ജീവിക്കുന്നവർ തമ്മിൽ ഒരു കലഹമുണ്ടാകും. ഇനി അത് മൂർച്ഛിച്ചു വരും. അപ്പോ ഇതിനകത്ത് പെട്ടുപോകുന്ന പാവം മനുഷ്യർ, എല്ലാ കലഹങ്ങൾക്കും ഇരയായി തീരുന്ന മനുഷ്യരുണ്ട്. ഇപ്പൊ കണ്ണൂര് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകം ഇരയായി തീരുന്ന അവിടുത്തെ അമ്മപെങ്ങന്മാരല്ലേ? ആണോ? പുതിയ തലമുറക്കാരല്ലേ? ആണോ? അങ്ങനെ ഇരയാകുന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഭഗവാൻ ആരെയും കൊല്ലാൻ ജനിച്ചതല്ല. ഈ ലോകത്തിന്റെ ക്രൂരതകളിൽ പെട്ടുപോകുന്ന ഇരകളെ സംരക്ഷിച്ച് തന്നോട് ചേർത്ത് നിർത്തുന്നവനാണ്. ധൈര്യം പകർന്ന്, പ്രത്യാശ പകർന്ന്, ജീവിത ലക്ഷ്യം കൊടുത്ത് നിർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ ധർമ്മം. ഭഗവാൻ അതിനാണ് ഓരോ ദേശത്തും വന്ന് ക്ഷേത്ര സാന്നിധ്യമായും മഠസാന്നിധ്യമായും മന്ദിര സാന്നിധ്യമായും വന്നിരിക്കുന്നത്. വരും. ആശ്രയം നഷ്ടപ്പെട്ട് തമ്മിൽ വെട്ടിയും കൊല്ലും നശിക്കുമ്പോ ആശ്രയം തേടി ഓടി വരാൻ ഹിന്ദുവിനും മുസ്ലിമിനും സിഖിനും പാഴ്സി മതക്കാരനും ഈ ഹിന്ദുമതത്തിലെ നാനാകോടി മതസ്ഥരായിട്ടുള്ളവർക്കും ആശ്രയം തേടി ഓടി വരാൻ പറ്റുന്ന ഇടമാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത്. വരും കാലത്ത് നമ്മൾ അവരെ ബോധിപ്പിച്ചു കൊടുക്കണം, ഇത് ഈ കാണുന്ന കാളികൂളി പ്രസ്ഥാനമല്ല എന്നും
ഇത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ഇടമാണെന്നും ഇവിടെ നടക്കുന്നത് ഗുരുധർമ്മം ഉപയോഗിച്ച് മനുഷ്യ ജീവിതത്തെ ശുദ്ധീകരിക്കുകയും എല്ലാവരെയും ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യത്വത്തിന്റെ മനസ്സോടുകൂടി കാണുന്ന ഇടമാണെന്നും മനുഷ്യത്വത്തിന്റെ ദൈവമാണ് ഇവിടെ ഇരിക്കുന്നതെന്നും നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടും ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ഈ പുതുപ്പള്ളി ദേശത്തെ ബോധ്യപ്പെടുത്തണം, അത്യാവശ്യം. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോ അവർ ഇങ്ങനെ ഒരിടം നമുക്കുണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞ് എല്ലാവരും ഓടി വരുമ്പോ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് മനഃശാന്തി കൊടുക്കുന്ന ഗുരുദർശനവുമായിട്ട് ഇവിടെ നിൽക്കേണ്ട ശാരദാംബമാരായ എന്റെ മുന്നിലിരിക്കുന്നത് വായും തുറന്നിട്ട്. ധർമാർത്ഥ കാമമോക്ഷാണാം. ആരാ? ശ്രീ ശാരദ. 4 കയ്യില് 4 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന് ധർമ്മമാണ്, എന്താണ്? ഗ്രന്ഥമാണ്. മറ്റൊന്ന് അർത്ഥമാണ്, കലശമാണ്. മറ്റൊന്ന് കാമമാണ്, കിളിയാണ്. അവസാനം എത്തേണ്ടത് മോക്ഷമാണ്. ഇങ്ങനെ എത്തണം, പഠിക്കണം. പഠനത്തിലൂടെ ധർമ്മമാർഗത്തിലൂടെ സമ്പത്താർജിക്കണം. ധർമ്മമാർഗത്തിൽ നിന്നുണ്ട് കാമപൂർത്തീകരണം വരുത്തണം, മോക്ഷത്തിലേക്ക് വരണം. ഇപ്പൊ ശാരദാദേവിയെ ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ടൊന്ന് തൊഴുതാ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ. ശാരദയെ ഗുരു എങ്ങനെ പ്രതിഷ്ഠിച്ചോ അതുപോലെ തന്നെ വേണം ഗുരുപ്രതിഷ്ഠകളും ഉണ്ടാവാൻ. ശാരദാ മഠത്തില് ഭഗവാൻ എന്തൊക്കെ ആചാരം കൊണ്ടുവന്നോ അത് മാത്രമേ കുരുക്ഷേത്രങ്ങളിലെ ആചാരമാകാൻ പാടുള്ളൂ. ഭഗവാൻ എല്ലാം എന്നെ പ്രതിഷ്ഠിക്കുമ്പോ ഇങ്ങനെ വേണമെന്ന് എഴുതി വെച്ചിട്ടില്ല. ഭഗവാൻ കാണിച്ചത് എന്താണ്, ഭഗവാൻ ചെയ്തതെന്താണ്, അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ് എന്ന് നമ്മൾ മനനം ചെയ്യണം. മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടുള്ളവനാ? പഠിച്ചത് പാടാനുള്ളവനല്ല, കണ്ട് അനുകരിക്കാനുള്ളവനല്ല. കേട്ടതിനെ മനനം ചെയ്ത് സ്വന്തം ബോധ്യത്തിൽ വരുത്തി ശരിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം അത് പരീക്ഷിക്കാനുള്ളവനാണ് മനുഷ്യൻ. മറ്റുള്ളതെല്ലാം ജന്തുക്കളാ. നമ്മൾ വലിയ ആനയെ കൊണ്ട് കെട്ടിയിട്ട് ഇടത്തി ആനയെന്ന് പറഞ്ഞാൽ പാവം ഇടത്തുതാണ്. എനിക്ക് മനസ്സിലെന്നൊരു ആനയും പറയത്തില്ല. പറയുവോ? പറയുന്നത് മനുഷ്യനേ ഉള്ളൂ. കാരണം എന്താ? എനിക്കിപ്പോ ഇടത്തോട്ട് വരാൻ സമയമില്ല എന്ന് പറയുന്നത് ആരാ? ലോകത്ത് ഒരേ ഒരു ജീവിയുള്ളത് മനുഷ്യനാണ്. അപ്പൊ മനുഷ്യൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവൻ ചിന്തിക്കുകയും അവനിൽ അവന്റേതായ ഒരു ആശയം നിൽപ്പുണ്ട് എന്ന് അവൻ ബോധ്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിപ്പോ മനസ്സില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോ മനനം ചെയ്യുന്ന മനുഷ്യരായിട്ട് ഗുരുവിലേക്ക് അടുക്കുക, ഗുരുവിന്റെ പാദപൂജയ്ക്കുള്ള മനസ്സുണ്ടാക്കുക, ഗുരുവിലെ ശരണാഗതി പ്രാപിക്കുക, ഗുരുവിനെ ശുദ്ധമായ മനസ്സോടുകൂടി സ്തുതിക്കുക, ഗുരുവിനെ ധ്യാനിച്ച് ഭഗവാനും നമ്മളും ഒന്നാകുന്ന ധ്യാനധ്യേയ പാരസ്പര്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുക. എന്നിട്ട് ഭഗവാനോട് അർത്ഥിക്കുക, ഭഗവാനെ എനിക്കറിഞ്ഞുകൂടാ, ഈ ജന്മം ഇപ്പൊ ഇവിടെ കിട്ടി ജീവിക്കുന്നു എന്നേ ഉള്ളൂ. ഭഗവാന്റെ കണക്കിൽ ചിലപ്പോ ഞാൻ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഇവിടെ കാണുന്നതൊക്കെ അഹോ നാടകം നിഖിലവുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വലിയ നാടകത്തിലെ ഒരു ചെറിയ കഥാപാത്രമാണ് ഞാൻ. ഈ ജീവിതവേഷം ഭംഗിയായി ആടുവാനായിട്ട്, ഒന്നിനോടും മമതയില്ലാതെ ആടാൻ വേണ്ടിയിട്ട് ഇത് നാടകമാണെന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ചാനലുകാരുടെ തരികിട പരിപാടി ഇല്ലേ, നമ്മൾ അറിഞ്ഞുകൂടാ തരികിട പരിപാടിയാണെന്നല്ലേ. ഇവർ വന്നിട്ട് ഒരു കോപ്രായ ഒപ്പിക്കും, ഇതിനകത്ത് പെട്ടുപോകും, അവസാനം അടിയുടെ വക്കിലെത്തും. കഴുത്തിന് പിടിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, ദാ ക്യാമറ ഇരിക്കുന്നു, ഇത് ചാനൽ പരിപാടിയാണ്, ഞങ്ങൾ ചേട്ടനെ പറ്റിച്ചതാണെന്നും പറഞ്ഞ് നിറപറയുടെ ഒരു പാക്കറ്റ് അരി എടുത്തു തരും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതും മേടിച്ച് ക്യാമറയുടെ മുന്നിൽ ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ചിട്ട് നമ്മൾ ഇങ്ങ് നിൽക്കും. അതേ വളിച്ച ചിരി നമുക്ക് ചിരിക്കാം ഭഗവാന്റെ ആത്മോപദേശതകം വായിക്കുമ്പോഴും ഭഗവാന്റെ ജനനി നവരത്ന മഞ്ജരി വായിക്കുമ്പോഴും. ഭഗവാൻ പറയുന്നു, ഈ കാണുന്നതൊക്കെ ഈ അമ്പയുണ്ടല്ലോ, ഈ ജനനി, ഇവൾ നടത്തുന്ന നാടക, നമ്മളൊക്കെ അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങളാ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറേണ്ട കാര്യമില്ല. നാടകത്തിലെ കഥാപാത്രം കുത്തുന്നതായി അഭിനയിക്കുകയാകാവുള്ളൂ, കുത്താൻ പാടില്ല. നാടകത്തിലെ കഥാപാത്രം കെട്ടിപ്പിടിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പാടുള്ളൂ, കെട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പോ ഈ പ്രകൃതി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അത് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അങ്ങ് ചെയ്തേക്കുക. ഇതിനോടൊക്കെ മനസ്സും വെച്ച് അതിലേക്ക് അങ്ങ് ആക്രാന്തം വന്ന് വീഴുമ്പോഴത്തേക്ക് നാം നമ്മെ മറന്നുപോകുന്നത്, നാം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് വെട്ടിമരിക്കുന്നത്, നാം നമുക്ക് വേണ്ടിയിട്ട് അപരനെ കൊല്ലുന്നത്. ഇത് നാടകമല്ല, ഇത് യഥാർത്ഥമാണെന്നറിയുമ്പോൾ. പക്ഷെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അഹോ നാടകം നിഖിലവും ഭഗവാൻ പറയുന്നു. അപ്പൊ എന്ത് ചെയ്യും? അവനവന്റെ വേഷം പൂർത്തിയാക്കി അവിടുത്തെ ധർമ്മമാർഗം ആചരിച്ച് എന്റെ ഈ ജീവിതം പൂർണ്ണതയിലെത്തിച്ച് മോക്ഷത്തിലെത്തിച്ച് എനിക്കിനി ജനിമൃതികൾ വേണ്ട ഭഗവാനെ എന്ന് അർത്ഥിക്കാനുള്ള ഇടമാണ് ഗുരുക്ഷേത്രം.
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവരണം. നമ്മൾ ജീവിതബോധ്യം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടുവരണം. നമ്മൾ ഈ ദേശത്ത് പുതിയ ഒരു സംസ്കാരം ഉണ്ടാക്കണം. ആ സംസ്കാരത്തിന്റെ അധിഷ്ഠാന കേന്ദ്രമായിട്ട് ഈ പുതുപ്പള്ളിയിലെ ഗുരുക്ഷേത്രം തെളിഞ്ഞ് നിറഞ്ഞ് നിൽക്കണം. അപ്പൊ ഇപ്പോ നമ്മുടെ ആചാര രീതിയിൽ പറ്റിയിരിക്കുന്നതൊക്കെ നിങ്ങൾ ആലോചിച്ച്, ഗുരുദർശനം പഠിച്ച ആചാര്യന്മാരോട് ചോദിച്ച്, ശിവഗിരിയുമായിട്ട് കൺസൾട്ട് ചെയ്ത്, ഇപ്പോ വന്നിരിക്കുന്ന സമിതി നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്നവരാണ്, പഠിക്കുന്നവരാണ്, അറിയുന്നവരാണ്, ചെയ്യുന്നവരാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും ശിവഗിരി മഠം പ്രസിഡന്റുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. SNDP യോഗം സർക്കുലർ ഇറക്കാൻ പോവുകയാണ്. ക്ഷേത്രങ്ങൾ ഇങ്ങനെ വേണം, അപരക്രിയ ഇങ്ങനെ വേണം, വിവാഹം ഇങ്ങനെ വേണം, ഇറക്കാൻ പോവുകയാണ്. നമ്മൾ ചെയ്യാൻ പോവുകയാണ്. പിന്നോട്ട് നിൽക്കരുത്. നിങ്ങൾ ഉപേക്ഷിച്ചു പോയാൽ നമുക്കെല്ലാം നഷ്ടപ്പെടും. നമ്മുടെ പ്രാകൃതമായ സങ്കല്പ ദൈവങ്ങളല്ല നമ്മെ രക്ഷിക്കുന്നത്. ഭഗവാൻ റിയലായിട്ട് നമ്മുടെ മുന്നിൽ വന്നതാണ്. ശിവനെ നമ്മൾ കണ്ടിട്ടില്ല, വിഷ്ണുവിനെ നമ്മൾ കണ്ടിട്ടില്ല, ഭദ്രകാളിയെ നമ്മൾ കണ്ടിട്ടില്ല, ശ്രീനാരായണ ഗുരുവിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കണ്ടവര് ജീവിച്ചിരിപ്പുണ്ട്. ഗുരുവിനെ നമ്മൾ, ദൈവത്തെ നമ്മൾ മനുഷ്യരൂപത്തിൽ കണ്ടു കഴിഞ്ഞു. ഇനി സങ്കല്പ ദൈവങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടരുത്. ഗുരുവിന്റെ പാദത്തിൽ അഭയമർപ്പിച്ച് ഗുരുദർശനം ജീവിതത്തിൽ ഏറ്റുവാങ്ങി അതിനനുഷ്ഠിച്ച് ശാന്തരായി, ശാന്തമാനസരായി, ശാന്തചിത്തരായി എപ്പോഴും പഠിക്കാനുള്ളൊരു മനസ്സോടുകൂടി ജീവിക്കണം. പ്രായമായി പോയെന്നും പറഞ്ഞ് പഠനത്തിലൊന്നും ഒരു കുറവും വരുത്തണ്ട. കാരണം ഈ ലോകം ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണമ്മ. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ദിവസവും ഈ ലോകം മുന്നോട്ട് പോവുകയാണ്. ഈ അമ്മയോടാണോ പറയേണ്ടത്? അന്ന് ആ അമ്മയോട് പറഞ്ഞിരിക്കുന്നു. കാരണം എന്താ, ഇപ്പോ കേന്ദ്ര സർക്കാർ പുതിയൊരു രീതി കൊണ്ടുവരുന്ന ക്യാഷ്ലെസ് എക്കണോമി അല്ലേ? നമ്മളിരുന്ന് മുച്ചൂടും ചീത്ത വിളിക്കുക. ഇനി ഞാൻ എന്തോ ചെയ്യും ക്യാഷ് അടയ്ക്കാൻ? എനിക്ക് ഈ കുന്ത്രാണ്ടൊന്നും പ്രവർത്തിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഏത് രാഷ്ട്രീയക്കാരനായാലും ഈ കാലഘട്ടത്തിൽ അത് കൊണ്ടുവന്നേ പറ്റൂ. ലോകം മാറുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക? എന്റെ ബുദ്ധി പോയി, എന്റെ പ്രായം പോയി എന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അത് ആവാൻ ശ്രമിക്കണം. നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് തോർത്തുമുണ്ട് ഉടുത്തോണ്ടല്ലേ നടന്നത്? പിന്നെ അത് സാരിയായില്ലേ, ചുരിദാറായില്ലേ? നിങ്ങളും അതൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ടല്ലോ. വെള്ളിയാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങളായി മാറിയില്ലേ? അപ്പോ പിന്നെയോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, കാച്ചിൽ പുഴുങ്ങി തിന്നോണ്ടിരുന്നത് ഇപ്പോ എന്തായി? ബിരിയാണി ആയില്ലേ? ആയോ? അപ്പോ അതൊക്കെ മാറ്റം നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആചാരങ്ങളിൽ വരുത്തിയ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റില്ല? ലോകത്തിന് പുതിയ ആചാരം കൊടുത്ത ആചാര്യനെ നമ്മൾ പൂജിച്ചുകൊണ്ട് ആ ആചാര്യൻ പറഞ്ഞു തന്ന ആചാരം അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. പഴയതിൽ കെട്ടിക്കിടക്കുകയാണ്. അത് ശരിയാണോ? നോക്കിക്കേ, നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ പുതിയ ആചാരം നമുക്ക് തന്നിട്ട് ഭഗവാൻ? എവിടെ തുടങ്ങി? 1888 ശിവപ്രതിഷ്ഠയിൽ ഭഗവാൻ തുടങ്ങി. ഭഗവാന്റേതായി നമുക്ക് പോകാവുന്ന 10-40 ക്ഷേത്രങ്ങളുണ്ട്. നിങ്ങൾ എല്ലായിടത്തേക്കും കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി ഈ കുരുക്ഷേത്രത്തിൽ നിന്ന് വർഷത്തിലെ എല്ലായിടത്തേക്കും ഒരു യാത്ര പോവുക നിങ്ങൾ. എന്നിട്ട് ഈ പുസ്തകം കയ്യിൽ വേണം. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അവിടെ കുതന്ത്രം കാണിച്ചു വെച്ചിട്ടുണ്ടാവും. പറയണം അവരോട് ഇതേ ആർജവത്തോടുകൂടി, ഇതിവിടെ നടപ്പില്ല, ഞങ്ങൾ ഗുരുവിന്റെ വിശ്വാസികളാണ്, ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ ഗുരുദേവൻ തന്നെയാണ്, ഞങ്ങൾ വർഷത്തിലൊരിക്കൽ കാണാൻ വന്നതാണ്, ഈ പറഞ്ഞ കല്ലും പ്രക്കാണ്ടിയൊക്കെ എടുത്തു മാറ്റിക്കോണം എന്ന് പറഞ്ഞിട്ടിങ്ങ് പോരാൻ പറ്റണം. 10 പേര് എന്ന് പറഞ്ഞെന്ന് അവന്മാരോട് വെച്ചേക്കത്തില്ല. പിന്നെ ഒരാളെ കൂട്ടാൻ വേണ്ടിയിട്ട് അതെടുത്ത് വെച്ചത്. അതില്ലാതെയും ആള് ചെല്ലുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എടുത്തു കളയാൻ എന്താ പ്രയാസം? ഗുരുവിന്റെ ക്ഷേത്രങ്ങളെ നമ്മൾ സമുദ്ധരിക്കണം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ചൈതന്യത്തെ നമ്മൾ മറകെട്ടിയിടാതെ തുറന്നു വെക്കണം. ലോകത്തിന് ആശ്രയം ഇതൊന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ സ്വാർത്ഥത മാത്രമല്ല, ലോകത്തെക്കുറിച്ച് ആലോചിക്കണം. നമ്മൾ ലോകത്തിന് ഇനി ഗുരുവല്ലാതെ മറ്റൊരു ആശ്രയ കേന്ദ്രമില്ല. ഇവിടെ പല മതങ്ങളും വന്നിട്ട് അതിന്റെ ആചാര്യന്മാരെ മറ്റൊരു മതത്തിന്റെ ആചാര്യന്മാര് അംഗീകരിക്കാതെ ഇരിക്കുന്ന കാലഘട്ടമാണ്. ക്രിസ്തുവിനെ കുറിച്ചിട്ട് ഇസ്ലാം മതക്കാര് കുറ്റം പറയും, ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ക്രിസ്തു മതക്കാര് കുറ്റം പറയും, ഇത് രണ്ടിനെയും ഹിന്ദുക്കൾ കുറ്റം പറയും. ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ ചിറ്റം പിരിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയും നമ്മളോടല്ലേ. ഒരാളെ പറിച്ചിട്ട് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അവനായിട്ട് നമുക്ക് ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല. അവന്റെ നല്ല ഗുണങ്ങൾ പറഞ്ഞെന്നാലോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അടുക്കാൻ സാധിക്കും. നമുക്ക് അടുത്തു കഴിഞ്ഞെന്നാൽ ഇവന്റെ ചീത്ത ഗുണങ്ങൾ നമുക്ക് എടുത്ത് കളയാനും സാധിക്കും. ദൂരെ നിന്നുകൊണ്ട് തോട്ടി വെച്ച് തോണ്ടി കളയുന്ന സാധനമല്ല ഇത്. അടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ ലോകത്തെ അടുപ്പിക്കാൻ
ശ്രീനാരായണ ദർശനം മാത്രമേ ഉള്ളൂ. ഇത് പുതുപ്പള്ളി എന്ന് പറയുന്ന ദേശത്തെ പാവപ്പെട്ട ഗുരുഭക്തരോട് പറയുന്നത് മാത്രമായിട്ട് കണക്കാക്കേണ്ട. ഇത് ഈ അന്തരീക്ഷത്തിലേക്ക് വാക്കിന്റെ പ്രഭ തൂകി ഭഗവാന്റെ നാമത്തിൽ വിതറുന്ന പൂജാപുഷ്പമാണിത്. ഇതെത്രത്തോളം നിങ്ങൾ പരിവർത്തനം വരുത്തുമെന്ന് അടിയൻ അറിയില്ല. പക്ഷേ ഭഗവാൻ ഉള്ളിലിരുന്ന് ഉണർത്തിക്കുന്നത് പോലെ ഈ മന്ത്രാക്ഷരങ്ങളെ ഭഗവാനെ അവിടുത്തെ തിരുമുന്നില് അർപ്പിക്കുകയാണ്. അവിടുത്തെ ഭാവം മാറിയിരിക്കുന്നത് അടിയൻ കണ്ടിരിക്കുന്നു. അവിടുന്ന് ശാന്തരാവുക. ഇതിലെ സജ്ജനങ്ങൾക്ക് സദ്ബുദ്ധി തോന്നിച്ചിട്ട് അവർ അവിടുത്തെ ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തെ സമുദ്ധരിച്ച് ഈ നാടിനും ലോകത്തിനും മാതൃകയാക്കി കൊണ്ടുവരട്ടെ എന്ന് മാത്രം ഈ വേദിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് നമുക്ക് വേണ്ടത്. തുടർ വിദ്യാഭ്യാസമാണ് വേണ്ടത്. പ്രായഭേദമില്ലാതെ എല്ലാവരും ഗുരുവിനെ അറിയാനും പഠിക്കാനും ആചരിക്കാനും ആ രീതിയിൽ ജീവിക്കുവാനുമായിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇതേ ലക്ഷ്യത്തോടുകൂടി അടിയൻ ഗുരുസാഗരം എന്ന് പറയുന്നൊരു പങ്ക്തി കേരള കൗമുദിയിൽ എഴുതുന്നുണ്ട്. നിങ്ങളുടെ റബ്ബർ വില അതിനകത്ത് ഇല്ലാത്തതുകൊണ്ടും നിങ്ങളുടെ ചരമങ്ങളെല്ലാം അതിനകത്ത് കയറാത്തതുകൊണ്ടും അതിന്റെ പേപ്പർ നിങ്ങൾ നോക്കിയിട്ട് വലിയ ഭംഗിയില്ലാത്തതുകൊണ്ടും നിങ്ങൾ അതിനെ വീട്ടിൽ കയറ്റുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അടച്ചു വയ്ക്കുന്നത് ഭഗവാൻ തുറന്നു തന്ന ഒരു മാർഗമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കേരള കൗമുദിയിൽ മാത്രമേ ഈ ഉള്ളവന് ഗുരുസാഗരം എഴുതാൻ സാധിക്കൂ. നിങ്ങൾ വീട്ടിൽ വരുത്തുന്ന സിനിമാ നടന്മാരുടെ പടമുള്ള പത്രത്തിലൊന്നും ഇത് എഴുതാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. ഗുരുദർശനം പഠിച്ചാലേ നമുക്ക് മാറാനായിട്ട് സാധിക്കൂ. പേപ്പർ കൊള്ളത്തില്ലെന്നും പറഞ്ഞ് വീട്ടിൽ കയറ്റാതിരിക്കരുത്. അത് നിങ്ങളുടെ കറുത്ത കൊച്ചിന് പാല് കൊടുക്കത്തില്ല, അപ്പുറത്തെ വീട്ടിലെ ലോനപ്പന്റെ വെളുത്ത കൊച്ചിനെ ഞാൻ പാല് കൊടുക്കൂ എന്ന് പറയുന്നത് പോലെ ഇരിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോ അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും വാശിയുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് ഗുരുസാഗരം വായിക്കാൻ തയ്യാറാകുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഭാകരൻ ചേട്ടൻ പത്രം ഇട്ടു തരും. പക്ഷെ കാശ് കൊടുക്കണം പാവത്തിന്. 6 മാസമോ 1 വർഷമൊക്കെ കൊടുക്കാനുള്ളവരുണ്ട്. ഒരു വ്യക്തിയെ നശിപ്പിക്കരുത്. നമ്മൾ എത്രയോ പൈസ ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും സിഗരറ്റ് വലിച്ചും കളയുന്നു. പത്രത്തിനൊരു 100 രൂപ കൊടുക്കാൻ കഴിയാൻ അതിന് മാത്രം ഒരു പിശുക്ക് പിടിക്കും. മനസ്സിലായി? കാരണം നമ്മളെ സംബന്ധിച്ചത് ആവശ്യമില്ലാത്തൊരു സാധനം. ഇത് വീട്ടിൽ വെറുതെ വന്ന് കിടക്കുക, ഒരു ആചാരത്തിന് വന്ന് കിടക്കുക. കേരള കൗമുദി ഉണ്ടായിട്ട് ഇത് തുറന്നു നോക്കാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. അതിൽ നിന്നൊക്കെ മാറുക. നമുക്ക് പുതിയ കാലത്തേക്ക് സഞ്ചരിക്കണം. പുതിയ ജീവിത മാർഗം വേണം. നമുക്ക് ഈ ലോകത്തെ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭഗവാൻ മലയാളത്തിലാ പറഞ്ഞു വെച്ച ഇതല്ല അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിലാ ഭഗവാൻ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. ഇത് ലോകം മുഴുവനും നമുക്ക് എത്തിക്കണം. അതിന് നമ്മൾ ആദ്യം ഇത് പഠിക്കണം. നമ്മൾ വിദ്യാഭ്യാസം നേടണം, ലോകപരിചയം നേടണം, ലോകത്തുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. കാരണം നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക ഇത്. നമ്മളാ ഇത് ലോകം മുഴുവൻ എത്തിക്കേണ്ടേ. അങ്ങനെ വിചാരിച്ചാൽ ഉറങ്ങാൻ തോന്നത്തില്ല. അതാ ഞാൻ പറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഭഗവാന്റെ ഉൾപ്രേരണ നിൽക്കുക. ഇത് ചെന്ന് പറഞ്ഞു കൊടുക്കുക, കൊണ്ടക്കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് വന്നു പോയതാണ്. നിങ്ങള് എന്റെ വാക്കുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നീരസം തോന്നിയിട്ടുണ്ടോ? സാരമില്ല, ആ നടക്കുന്നേരെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഞാൻ ഗ്യാരണ്ടി, ഒരു കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ആ സത്യം ഇവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകരുത്. ഉള്ളിൽ കൊണ്ടുപോവുക, കൊണ്ടുവച്ച് ആലോചിക്കുക, ശരിയാണോ എന്ന് ഉറപ്പാക്കുക, കൂട്ടായിട്ട് തിരികെ വന്നിരുന്ന് ആലോചിക്കുക. അടുത്ത വർഷം മുതൽ നമുക്കിതെങ്ങനെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കുക. നീരസമുണ്ടോ? ദേഷ്യമുണ്ടോ? ഇല്ലാലോ? കാര്യം പിടികിട്ടിയോ? ഇതെന്തേലും സംശയം ഉണ്ടെങ്കിലും വിളിച്ചു ചോദിച്ചോളൂ. ഏത് നിമിഷം വേണമെങ്കിലും നമുക്കറിയാവുന്നത് പറഞ്ഞത്. ഭഗവാൻ നമുക്കൊക്കെ പിടുത്തം തരുന്നതിനൊക്കെ അപ്പുറത്ത് മഹാസാഗരമാ ഭഗവാൻ. ഒരു മനുഷ്യജന്മം കൊണ്ടൊന്നും കോരിയാൽ ഇതിൻ്റെ അകത്തൊന്നും തീരില്ല. ചെറിയ മൺതരി കിട്ടുമ്പോഴേ അതിന്റെ തിളക്കം ഇത്രത്തോളം ഉണ്ടെങ്കിൽ വലിയ മണൽപ്പാടുകൾ എത്രത്തോളം ഇനി കിടക്കുന്നു. പോകുവാൻ ഏറെ ദൂരമുണ്ട്. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. കഴിയാവുന്നത്രയും ദൂരം മുന്നോട്ട് തന്നെ പോവുക. ഒന്നിലും കെട്ടിക്കിടക്കാതിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ പാലൂട്ടുമ്പോഴും നിങ്ങൾ അമ്മമാരും എന്റെ പെങ്ങന്മാരും മനസ്സിൽ ഗുരുദർശനം വെക്കുക. അവൻ നന്നായി വരും. അവന് ഭക്ഷണം കൊടുക്കുമ്പോഴും ഭഗവാനെ ഈ അന്നത്തിലൂടെ ഇവന്റെ ഉള്ളിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തു നോക്കൂ. നമ്മുടെ ഒരു കുഞ്ഞും വഴി വഴിച്ചു പോകത്തില്ല. ഒരു കുഞ്ഞും പീഡിപ്പിക്കപ്പെടത്തില്ല. ഒരു കുഞ്ഞും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും പിന്നാലെ പോവില്ല.
നമ്മൾ കൊടുക്കുന്ന മുലപ്പാല്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഗുരുദർശനം കലക്കിയിട്ട് നിങ്ങൾ അങ്ങ് കൊടുക്ക്. ഭക്തിയോടുകൂടി കൊടുക്ക്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചോറൂട്ട്. കൊണ്ടുപോവാതെ വെളുപ്പിന് 2 മണിക്ക് ഗുരുവായൂരിലേക്ക്. അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. താന്ത്രികതയുടെയും വൈദികതയുടെയും വിഷപാത്രങ്ങളായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പിള്ളേരെ കൊണ്ടുപോയി അടിമ കടത്താതിരിക്കുക. ഭഗവാന്റെ കാൽപാദത്തിൽ സമർപ്പിച്ചിട്ട് പിള്ളേരെ വളർത്തുക. ഭഗവാന്റെ താന്ത്രിക രീതി, ഭഗവാന്റെ വൈദികത, ഇത് പഠിച്ച് പ്രചരിപ്പിക്കുക നാം നമ്മുടെ രീതിയിൽ. മറ്റുള്ളതെല്ലാം തള്ളിക്കളയാൻ തയ്യാറാവുക. എല്ലാവർക്കും നന്നായ ഒരു ഉത്സവകാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന പുതുപ്പള്ളിയിലെ ജനങ്ങളെ, എന്റെ ആത്മസഹോദരങ്ങളെ, എന്നിൽ നിന്ന് അന്യരായിട്ട് നിങ്ങളെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ തൊഴുന്നേൻ തൊഴുന്നേൻ മഹാപാദപത്മം. സമസ്താപരാധം ക്ഷമിപ്പാൻ തൊഴുന്നേൻ 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 മഹാനന്ദഗാത്രം. സമസ്താപരാധം ക്ഷമിപ്പാൻ തൊഴുന്നേൻ 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 മഹായോഗി ചിത്തം. സമസ്താപരാധം ക്ഷമിപ്പാൻ തൊഴുന്നേൻ 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 മഹാലോക സത്യം. സമസ്താപരാധം ക്ഷമിപ്പാൻ തൊഴുന്നേൻ.